7:30 നോക്കി ഇരിക്കണ്ട. നാളെ മുതൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മുമ്പേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രയാസം ഒഴിവാക്കാം. കാരണം നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അഡ്മിറ്റ് ചെയ്യുകയും വേണം, അതേപോലെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും വേണം എന്നുള്ള ഒരു കറക്റ്റ് 7:30 വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സ്വസ്ഥമായും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ച നമ്മുടെ CPFSLന്റെ കഴിഞ്ഞ 3 മൊഡ്യൂളുകൾ, കഴിഞ്ഞ 6 ദിവസം നമ്മൾ വളരെ 3 വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് കഴിഞ്ഞ 3 ദിവസം നമ്മൾ ചർച്ച നടത്തിയത്. അതിൽ നിങ്ങളുടെ സജീവ പങ്കാളിത്തവും നിങ്ങളുടെ ഇടപെടലും ഒക്കെ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിന് എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യാപകരിലും രക്ഷിതാക്കളിലുമുള്ള വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികളുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ് കഴിഞ്ഞ 3 ദിവസത്തെ മൊഡ്യൂളുകൾ, കഴിഞ്ഞ ദിവസത്തെ 2 മൊഡ്യൂൾ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇന്ന് നമ്മൾ അധ്യാപകരിലും രക്ഷിതാക്കളിലുമുള്ള വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തൽ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം നമ്മോടൊപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി ബഹുമാന്യരായ ഡോക്ടർ എ രാജേന്ദ്രൻ സാറും അതേപോലെ ഡോക്ടർ അജിത് ആർക്കുള്ള സാറുമാണ് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ഡോക്ടർ എ രാജേന്ദ്രൻ സാർ ഉണ്ട്. രാജേന്ദ്രൻ സാർ നമസ്കാരം, വെൽക്കം സാർ. നമസ്കാരം സാർ. സീമാറ്റിന്റെ പേരിലും അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രഥമാധ്യാപകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാർ വീട്ടിലാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും സാർ ഹൈസ്കൂൾ പ്രഥമാധ്യാപകരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഈ ബാച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ബോധനശാസ്ത്രപരമായ നേതൃത്വം, സ്വത്വത്തെ തിരിച്ചറിയുക, അതേപോലെ തന്നെ കുട്ടികളുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ, ഇങ്ങനെ 3 വൈവിധ്യമാർന്ന വിഷയങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ചർച്ച നടത്തിയത്. ഇന്ന് നമ്മൾ അധ്യാപകരിലും രക്ഷിതാക്കളിലുമുള്ള വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തൽ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ 320 പേരുടെ ഗ്രൂപ്പാണ്. ഏകദേശം 252 പേർ, 53 പേർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. എന്തായാലും സമയം നഷ്ടമാക്കുന്നില്ല, കൃത്യസമയത്തിന് നമുക്ക് ആരംഭിക്കാം. സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഈ പ്രഥമാധ്യാപകരുമായി ചർച്ച ചെയ്ത് അതിലൊരു ആഴത്തിലുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ സെഷൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ രാജേന്ദ്ര സാറിലേക്ക് മൈക്ക് കൈമാറുക. പ്രിയപ്പെട്ട ഡോക്ടർ സോണി, മറ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഹൈസ്കൂൾ പ്രധാന അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് കുറച്ചു മുന്നേ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു ഞായറാഴ്ചയാണ്. നമ്മുടെ വീടിന്റെ സൗകര്യങ്ങളിൽ കുടുംബാംഗങ്ങളോടൊത്ത് കഴിയേണ്ട ഒരു സമയത്ത് നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ ഇരിക്കുകയാണ്. ഇത് ഒരു വലിയ മാറ്റമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വയം താല്പര്യമെടുത്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ആരുടെയും നിർബന്ധമില്ലാതെ, സാധാരണ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർബന്ധം മൂലമാണ്. എന്നാൽ ആരുടെയും നിർബന്ധമില്ലാതെ, ആരും ആവശ്യപ്പെടാതെ, സ്വന്തമായ താല്പര്യം കൊണ്ട് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിപാടിയിൽ ഏതാണ്ട് 263 പേർ ഇതിനകം തന്നെ ഇതിൽ കയറി എന്നത് വളരെ അഭിമാനകരമായ, സന്തോഷകരമായ കാര്യമാണ്. ഇതൊരു നല്ല തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇതേപോലെയുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിപാടി, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിപാടി, 21 ദിവസത്തെ ഓൺലൈൻ പരിശീലനവും 4 ദിവസത്തെ ഓഫ്ലൈൻ പരിശീലനവും അടക്കമുള്ള ഒരു വലിയ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആദ്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയിലെ ആദ്യ ബാച്ചിൽ തന്നെ പങ്കെടുക്കാൻ സന്നദ്ധരായ നിങ്ങളെ അഭിനന്ദിക്കാനാണ് ആദ്യ അവസരത്തിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിച്ച സീമാറ്റിനെയും അഭിനന്ദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ ബൗദ്ധികവും വൈകാരികവുമായിട്ട് തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. അത് കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ അവസ്ഥ, എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള സ്ഥിതി, വിദ്യാഭ്യാസത്തിന് വളരെ പ്രഥമ പരിഗണന നൽകുന്ന രക്ഷകർത്താക്കൾ, ഒരു വലിയ വിഭാഗം അധ്യാപകർ, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു വലിയ വിഭാഗമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന
പ്രവർത്തകരുടെ ആത്മവീര്യം ഉയർത്താൻ, ആ പ്രവർത്തകരുടെ പ്രൊഫഷണൽ ശേഷികൾ വർദ്ധിപ്പിക്കാൻ, ഈ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏത് പരിപാടിയും സ്വാഗതാർഹമാണ്. നമ്മുടെ ഒരു സഹാധ്യാപകർക്കുള്ള ഒരു പരിശീലനമല്ല ഇത് യഥാർത്ഥത്തില് സ്കൂളിന്റെ കപ്പിത്താനുള്ള പരിശീലനമാണ്. ഒരു കപ്പലിനെ നയിക്കുന്ന കപ്പിത്താൻ, ഒരു കപ്പലിന്റെ അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വഹിക്കുന്ന ആൾക്കുള്ള ഒരു പരിശീലനം. അപ്പൊ തീർച്ചയായും അത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നിങ്ങൾ ഇതിന്റെ ഒപ്പമുണ്ട്. വളരെ സജീവമായി എല്ലാ ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. ഇതേവരെയുള്ള ഒരു ധാരണ അനുസരിച്ച് എല്ലാവരും 300ഓളം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എല്ലാവർക്കും ഒരേ സമയം അഭിപ്രായം പറയാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഞങ്ങളുമായിട്ട് സംവദിക്കുന്നത് മെസ്സേജ് ബോക്സിൽ കൂടെ ആയിരിക്കണം. നിങ്ങൾക്ക് എന്ത് പറയാനുള്ളതും അതാ സമയത്ത് തന്നെ മെസ്സേജ് ബോക്സിൽ ഇടുന്നു. അപ്പൊ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാം. അതനുസരിച്ച് കമന്റ് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും അല്ലെങ്കിൽ കഴിയുന്നത്ര ആൾക്കാർക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു സെഷനായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെയും അങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനോടുള്ള താല്പര്യം ഞാൻ കുറച്ചു മുന്നേ സൂചിപ്പിക്കേണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് കാലത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പേടിച്ച് അറച്ചു നിന്നപ്പോ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഒരു തടസ്സവുമില്ലാതെ തുടർന്നുള്ള പരിപാടികൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അന്നെല്ലാം അതിൽ ഏറ്റവും കൂടുതൽ റോള് വഹിച്ചത് ആ വിദ്യാലയങ്ങളിലെ ഹെഡ് മാസ്റ്റർമാരായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പല അധ്യാപകരും വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ പഠനത്തിന് നേതൃത്വം കൊടുത്തപ്പോഴും സ്കൂളിൽ ചെന്നിരുന്ന് ഒറ്റയ്ക്ക് പഠനം നയിച്ചവരാണ് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, പ്രധാന അധ്യാപക സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ ഈ പ്രധാന അധ്യാപക സുഹൃത്തുക്കളുടെ ഈ റോള് നമ്മൾ വളരെയേറെ വിലമതിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് വളരെയേറെ വിലമതിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പില് ഇത്രയധികം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്ന മറ്റു വിഭാഗം ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിരവധി ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ റോളാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ അത് ഇതിന് മുന്നേയും ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ തരത്തിലുള്ള ചുമതലകളാണ് ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് വഹിക്കുന്നത്? സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ നമ്മൾ പറയാവുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറെ ചുമതലകൾ നമ്മൾ വഹിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചുമതലകൾ ഇതല്ലാതെ മറ്റെന്തെല്ലാം വൈവിധ്യമുള്ള ചുമതലകളാണ് ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ തലയിൽ വന്നു ചേർന്നിട്ടുള്ളത്? ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ക്ലാസ്സില് കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുക എന്ന ഒരു പരമപ്രധാനമായ ചുമതലയായിരുന്നു ഹെഡ് മാസ്റ്റർ ആവുന്നത് വരെ നിങ്ങൾ ഏറ്റെടുത്തുള്ളത്. ഇപ്പോ സിന്ധു ടീച്ചർ പറയുന്നത് പോലെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മേഖല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം അച്ചടക്കം, ഹൈസ്കൂളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മേഖല അച്ചടക്കം തന്നെയാണ്. അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു ചലഞ്ച് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പ്യൂൺ മുതൽ അതേപോലെ തന്നെ ഒരു ഹെഡ് മാസ്റ്റർ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. സമൂഹമായ കോർഡിനേഷനാണ് ഏറ്റവും പ്രധാനം. കോർഡിനേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ. സിദ്ദിഖ് സാറ് പറഞ്ഞ പോലെ തന്നെ പബ്ലിക് റിലേഷൻ അതൊരു വളരെ വലിയൊരു ചോദ്യമാണ്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. സമൂഹവുമായിട്ട് പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനം. രക്ഷിതാക്കളും സമൂഹവുമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കൽ എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചുമതലകൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. വകുപ്പുകളുമായിട്ടുള്ള കോർഡിനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ത്രിതല പഞ്ചായത്തുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ നടക്കുന്നുണ്ട്. ക്ലാസ് മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. വിവിധ ഏജൻസികളെ ഏകോപിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മൾ എത്രയൊക്കെ ഏജൻസികളായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത്? നമ്മുടെ വിദ്യാലയങ്ങളിൽ ബന്ധപ്പെടാത്ത കേരളത്തിലെ ഏതെങ്കിലും വകുപ്പുകളുണ്ടോ? ഹെൽത്ത് വകുപ്പാണെങ്കിലും പഞ്ചായത്ത് വകുപ്പാണെങ്കിലും സാമൂഹ്യ സുരക്ഷാ വകുപ്പാണെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാ വിഭാഗക്കാരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഓഫ് ദ ലോക്കൽ ബോഡീസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല. എക്സൈസ് വകുപ്പ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എല്ലാവരും വിവിധ വിഭാഗങ്ങളുടെയായിട്ടുള്ള ബന്ധം നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ഞാൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, അക്കാഡമിക് ആക്ടിവിറ്റീസ്, ഹയർ ഓഫീസുകളുമായി കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾ വെറുതെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാഡും പേനയും ഉണ്ടെങ്കിൽ ഇതിൽ ഓരോ വിഭാഗത്തിനും നമ്മൾ എത്ര ശതമാനം സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ഏതാണ്ട് ഒന്ന് പറയാൻ പറ്റും. ഏതാണ്ട്, അല്ലാതെ വളരെ കൃത്യமான ശതമാനം. ഇപ്പോ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഇത്ര ശതമാനം സമയം, അച്ചടക്കത്തിന് വേണ്ടി ഇത്ര ശതമാനം സമയം, കോർഡിനേഷനും പബ്ലിക് റിലേഷനും വേണ്ടി ഇത്ര ശതമാനം, കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇത്ര ശതമാനം. ഇങ്ങനെ ഏതാണ്ട് ഒന്ന് വെറുതെ ഒരു റഫായിട്ടൊന്ന് എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് കയ്യിൽ വെക്കും. ഒറ്റ മിനിറ്റ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, ഞാൻ ഏരിയ പറയാം. മൊത്തം ഒരു കാര്യം അത് എന്റെ സൗണ്ട് കേൾക്കുന്നില്ല? ഹലോ, സൗണ്ട് ക്ലിയർ അല്ല. ക്ലിയർ ആവുന്നില്ല. നെറ്റ് പോവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യം, അഡ്മിനിസ്ട്രേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, അക്കാഡമിക് കാര്യങ്ങൾ, ഹയർ ഓഫീസുകളുമായിട്ടുള്ള ബന്ധം, ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോന്നിനും ഏതാണ്ട് എത്ര ശതമാനം ചെലവഴിക്കുന്നു എന്ന് ആരെങ്കിലും ഒരാളൊന്ന് അവതരിപ്പിക്കും. ആരെങ്കിലും ഒരാൾ. സൂപ്പർവിഷൻ 10% ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് പറയണം. ഒരാളൊന്ന് അവതരിപ്പിക്കും. മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന്. സാറേ, അത് ഓരോരുത്തരും, ഞാൻ ഹരിപ്പാട് വോയിസിൽ വെച്ചമ്മ സാറേ, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കുമല്ലോ സാറേ വ്യത്യാസം വരും. ആയിക്കോട്ടെ, സാറ് സമയത്ത് ഒന്ന് പറയും. അത് സാറേ നമ്മുടെ ബോയ്സ് സ്കൂളാണ്, അപ്പൊ ഡിസിപ്ലിന് വളരെയേറെ സമയം കൂടുതൽ വേണം സാർ. ഡിസിപ്ലിൻ കുട്ടികളുടെ ആണെങ്കിലും അധ്യാപകരുടെ ഡിസിപ്ലിൻ വലിയ ഇതുണ്ട്. അപ്പൊ ഒരു 40% ഡിസിപ്ലിന് വേണ്ടി വരും. അതേപോലെ തന്നെ സാറേ, ഓഫീസ് നല്ല വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ കുറച്ച്, ക്ലർക്ക് നന്നായിട്ട്, നമ്മുടെ ഓഫീസ് നല്ല ഓഫീസാണ്. അപ്പൊ ഒരു ക്ലർക്കിന്റെ ജോലികൾ വലുതായിട്ട് ചെയ്യുന്നു വരുന്നില്ല. അപ്പൊ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാ പയ്യൻ, നന്നായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അഡ്മിനിസ്ട്രേഷന് കുറച്ച് ഇത് മതി, 20% ഒക്കെ മതി, കുറച്ച് മതി. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ PTA-യും അതുപോലെ SMC ഒക്കെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതിന്റെ 20% ഒക്കെ വരും. പിന്നെ നമ്മള് ഹയർ ഓഫീസുമായിട്ടുള്ള നമ്മളിപ്പം കൂടുതലും വാട്സപ്പ് വഴിയൊക്കെയാണല്ലോ വരുന്നത്, എല്ലാ കാര്യങ്ങളും വരുന്നത് മെയിൽ വഴിയൊക്കെയാണ്. അതും പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും അതിനൊരു 20%. പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് വേരിയേഷൻ വരുമല്ലോ സാറേ, പല ഓരോ സ്ഥലത്ത് ഇപ്പൊ വർക്കുകൾ നടക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. പലരുടെയും മറുപടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും സാറേ ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയിലായിരിക്കും വേരിയേഷൻ വരാം. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ സാറേ കൂടുതൽ സമ്മർദ്ദമുണ്ട് സാറേ. അപ്പം കൂടുതൽ വർക്കുകൾ വരുമല്ലോ. പ്രൈവറ്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂളിൽ അത്രയും വർക്കുകൾ വരുന്നില്ലല്ലോ സാറേ. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ കുറച്ചുകൂടെ ഹെഡ് മാസ്റ്റർമാർക്ക് എനിക്കൊന്ന് ജോലി കൂടുതലാണെന്ന് തോന്നുന്നു, സമ്മർദ്ദം കുറച്ച് കൂടുതലാണ്. ഇപ്പോ സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഡിസിപ്ലിൻ ആണ് എന്നാണ് സാറ് സൂചിപ്പിച്ചത്. ഡിസിപ്ലിൻ ആണ് എന്ന് പറയുന്നതാണ് സാറ് സൂചിപ്പിച്ചത്. മറ്റ് എല്ലാറ്റിനും 10-20% ടൈം നീക്കി വെക്കുന്നു. കോർഡിനേഷന് തുടങ്ങിയ കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്നു. ഒരാൾ കൂടി പറയാം. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ ഉദ്ദേശിച്ചത്? ചെയ്യുന്ന ഏർപ്പാട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്?
അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ്, ടീച്ചേഴ്സിന് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ആകെ മൊത്തം HM ചെയ്യുന്ന ഏർപ്പാടാണല്ലോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് അപ്പോ അത് 100% തന്നെയാണ് പറയേണ്ടത്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഉദ്ദേശിച്ചത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ കുറെ ചുമതലകൾ ചെയ്യുന്നുണ്ടല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ച് ക്ലറിക്കൽ വർക്കാണ് കൂടുതൽ വരുന്നത്. ക്ലറിക്കൽ വർക്കിന് ഞാൻ ഒരു 30% സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്കൂളിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെ നമ്മുടെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുന്നു അതിനനുസരിച്ച് ഇത് വേരി ചെയ്യുന്ന തോന്നുന്നു. അല്ല, ഓരോ സ്ഥലത്തും വേരി ചെയ്യും. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാറ് പറയുന്നത് ഒരു ഏതിനാണെന്നാണ് പ്രദീപ് സാർ പറയുന്നത്? എന്റെ ഇപ്പോഴത്തെ തോന്നൽ അനുസരിച്ച് അത് ക്ലറിക്കൽ വർക്കാന്നാ തോന്നുന്നത്. സാഹചര്യമാണ്. ഓരോ സ്കൂളിലെ സാഹചര്യം അനുസരിച്ചാണ്. ക്ലർക്ക് നല്ല ഉഷാറാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടി വരില്ല, ക്ലർക്ക് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യും. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്നെ അവിടുന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ. കോട്ടയത്ത് നിന്ന് ഒരാളും കൂടി, അത് അവസാനമാണ്. കോട്ടയത്ത് നിന്ന് ഒരാളും കൂടി പറയുന്നു. സാറേ, അത് ഇപ്പൊ ഇവിടെ HM പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതിന്റെ കൂടെ ഈ HM ചാർജ് വഹിക്കുന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് സാറ്. അതായത് HM റോളും പ്ലസ് നമ്മുടെ ടീച്ചിങ് മേഖലയിലും ഒരേപോലെ തന്നെ ചെയ്യണമല്ലോ. കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾക്ക് ഒരു കുറവും വരാൻ പറ്റത്തില്ല. അതുപോലെ HM വഹിക്കുന്ന എല്ലാ റോളും, അത് ഏറ്റവും ബുദ്ധിമുട്ടാണ് സാറേ. ഹലോ സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ടീച്ചിങ്ങും ചെയ്യേണ്ടതായിട്ട്, കാരണം ഒരു അധ്യാപകന്റെ കുറവ് വന്നപ്പോഴത്തേക്ക് എൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയം കൂടി ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥ ഇപ്പോൾ. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് നോക്കിക്കോട്ടെ. ഇത് കാണുന്നുണ്ടോ? ഇല്ല സാർ. ഞാനൊരു പവർ പോയിന്റ് കാണുന്നുണ്ടോ? ഇപ്പൊ സ്ക്രീൻ ഷെയർ കിട്ടുന്നുണ്ട് സാർ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ സാർ. അപ്പോ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തത് നമ്മളുടെ ജോലിയുടെ ഭൂരിഭാഗം സമയവും പിന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനും അതേപോലെ തന്നെ നമ്മളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിനുമാണ്. പക്ഷെ സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ചാർജ് വഹിക്കുന്ന ഹെഡ് മാസ്റ്റർമാര് കൂടുതൽ സമയവും ക്ലാസ് റൂം പ്രവർത്തനത്തിന് വേണ്ടി സമയം കൂടി ചെലവഴിക്കുന്നത് കൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുന്നു എന്നാണ് ഇതിനകം സൂചിപ്പിച്ചത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വ്യക്തമാവുന്ന ഒരു കാര്യം, നമ്മള് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സാറ് ബിന്ദുലാൽ സാർ ഒന്ന് ഓഫ് ചെയ്യണേ. ബിന്ദുലാൽ സാർ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ബിന്ദുലാൽ സാർ മൈക്ക് ഓഫ് ചെയ്യണം. സർ ബിന്ദുലാൽ മൈക്ക് ഓഫ് ചെയ്യണം സാർ. സർ മൈക്ക് ഓഫ് ചെയ്യണം. ആരെങ്കിലും ഒന്ന് പറയൂ, ബിന്ദുലാൽ സാറിനൊന്ന് പറയൂ അത്, കാരണം മൈക്ക് സൗണ്ട് വരുന്നു. ഓക്കെ. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ വേറെ സ്ഥലത്തല്ലേ, വേറെ സ്ഥലത്താണ്. അപ്പൊ എനിക്ക് പറ്റില്ല. അപ്പോ ഹോസ്റ്റിന് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു വലിയ സമയം, ഒരു പരിധി വരെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഡീലിംഗ് ദ ഡിഫറൻസ് വിത്ത് ടീച്ചേഴ്സ്. നമ്മുടെ സ്ഥാപനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അധ്യാപകരുണ്ട്. ആ അധ്യാപകരുടെ അക്കാഡമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനും ആ അധ്യാപകർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനും ആ അധ്യാപകരെ സഹായിക്കാനുമായി ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് എന്നോ എന്ന് പറയാം. അപ്പൊ അത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ NCERTയുടെ ഏറ്റവും NCERTയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ അത് തന്നെയാണ്.
നമ്മൾ ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള കടമ എവരി ചൈൽഡ് ലേൺസ് ആൻഡ് എവരി സ്കൂൾ എക്സൽസ് എന്നാണ്. എവരി ചൈൽഡ് ലേൺസ് ആൻഡ് എവരി സ്കൂൾ എക്സൽസ് എന്നാണ്. എവരി ചൈൽഡ് ലേൺസ്, ഓരോ കുട്ടിയും പഠിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു, എല്ലാ സ്കൂളുകളും മികവിലേക്ക് നീങ്ങുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് നീപ ആണെങ്കിലും NCERT ആണെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും എല്ലാവരുടെയും പരമമായ ലക്ഷ്യം ഇത് തന്നെയാണ്. എവരി ചൈൽഡ് ലേൺസ്, എവരി സ്കൂൾ എക്സൽസ്. അതിനുവേണ്ടിയാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മളാണെന്ന് വെച്ചാൽ പുതിയ ലീഡേഴ്സാണ്, സ്കൂളിന്റെ പുതിയ ലീഡേഴ്സാണ്. ഈ സ്കൂളിന്റെ പുതിയ ലീഡേഴ്സിന്റെ ആത്യന്തികമായ കടമ തന്നെ സ്കൂളുകളെ മാറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോം ദ സ്കൂൾസ് എന്നാണ്. ട്രാൻസ്ഫോം ദ സ്കൂൾ, മാറ്റത്തിലേക്ക് നയിക്കുക. അപ്പൊ ഒരു മാറ്റത്തിന്റെ സന്ദേശവുമായി, മാറ്റത്തിന്റെ നിയോഗവുമായിട്ടാണ് നമ്മൾ ഹെഡ് മാസ്റ്റർ പദവി ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ എന്തൊരു മാറ്റം ഉണ്ടാവണമെങ്കിലും അത് HM നിന്നും തുടങ്ങണം. ഒരു HM മാറി എന്നുള്ളത് കൊണ്ട് മാത്രം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായ സ്കൂളുകളുണ്ട്. ഒരു HM മാത്രം മോശമായതുകൊണ്ട് സ്കൂളുകൾ അതിന്റെ നിലവാരം കുറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ 10-76 സ്റ്റാഫ് ഉണ്ടാവും. പക്ഷെ അതിൽ ഈ HMന്റെ ഈ നിർണായകമായിട്ടുള്ള സ്വാധീനം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് സ്കൂൾ ചിന്തിക്കുന്നത്. നമ്മൾ എത്ര ഉഷാറാണ് അതിനനുസരിച്ചാണ് സ്കൂൾ ഉഷാറാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈം മൂവർ ഓഫ് ചേഞ്ച് ഹെഡ് മാസ്റ്റർ തന്നെയാണ്. ഇപ്പൊ സ്കൂൾ നന്നാക്കാൻ ഗവൺമെന്റ് ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ല സാർ. ഹലോ, ഇപ്പോഴും സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഇപ്പൊ എന്താന്ന് അറിയില്ല, നോക്കട്ടെ, ഞാൻ കുറച്ചും കൂടി നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോ ന്യൂജൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് നമ്മള്. അപ്പോ അത് നമ്മുടെ സ്കൂളിനെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുന്നു. സൗണ്ട് ക്ലിയർ ആവുമ്പോ ഒന്ന് പറയണേ, എന്നാലും എനിക്ക് അതിന്റെ എന്താണ് കുഴപ്പം. എന്റെ ഇതാവാൻ സാധ്യതയില്ല, എനിക്കറിയില്ല, നോക്കാം. പ്രൈം മൂവർ ഓഫ് ചേഞ്ച് ആണ്. ഇപ്പൊ ശരിയല്ലേ? പ്രൈം മൂവർ ഓഫ് ചേഞ്ച് ആണ് നമ്മള്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ മാറ്റത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമായ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് സ്കൂളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ, സ്കൂളിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് ഹെഡ് മാസ്റ്റർക്കാണ്. അങ്ങനെയുള്ള മാറ്റത്തിന്റെ സന്ദേശവുമായി എത്തുന്ന ഹെഡ് മാസ്റ്റർക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, ഈ മാറ്റം എന്നുള്ള ആശയവുമായി വരുന്ന ആളെ അംഗീകരിക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകേണ്ടത് ആ മാറ്റത്തിനെ കുറിച്ച്, സ്കൂളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ച് ഉള്ള ഒരു നോളജാണ്. ശരിയല്ലേ? നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ആ പണി അറിയുക എന്നുള്ളതാണ്, സ്കില്ല് ആണ്. ഈ 3 കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. സ്കൂളിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവണം എന്നതിനെ കുറിച്ചുള്ള നമുക്ക് കൃത്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യം അതിന്റെ നോളജും അതിന്റെ ആറ്റിറ്റ്യൂഡും നമുക്ക് തന്നെ വേണം എന്നുള്ളൊരു തോന്നലും. പലപ്പോഴും ചില ഹെഡ് മാസ്റ്റർമാർക്കെങ്കിലും തോന്നും, റിട്ടയർമെന്റിന്റെ വെർജിൽ നിൽക്കുന്ന ഞാനായിട്ട് എന്തിനാ ഒരു വലിയ ഒരു മാറ്റത്തിന് നിൽക്കണത്, എനിക്ക് ഏതായാലും കുറച്ച് കാലമല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവും. എന്നാൽ ഭൂരിഭാഗം പേരും റിട്ടയർമെന്റ് ആണെങ്കിൽ പോലും ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കൊല്ലമാണെങ്കിൽ പോലും എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ചിന്തയുള്ള ഒരുപാട്. അതാണ് ആറ്റിറ്റ്യൂഡ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഏറ്റെടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ആ ഒരു കൊല്ലമാണെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ളൊരു ചിന്ത, അതാണ് ആറ്റിറ്റ്യൂഡ്. ഇനിയോ അതേപോലെ തന്നെ അത് ചെയ്യാനുള്ള കഴിവ്. നമ്മളെ ആരും ചോദ്യം ചെയ്യില്ല, നമുക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ. നമ്മളെല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും പലരും നമ്മളെ തലയ്ക്ക് കയറാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടാവണം. എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം, ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ ഒരു മാറ്റത്തിന് ഒരു സ്കൂളില് ഒരു നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഉണ്ടാകേണ്ട ആത്യന്തികമായ 3 കാര്യങ്ങൾ നോളജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരാൾ പറയും.
സാറേ പറയൂ ശ്രീലേഖ ടീച്ചർ പറയൂ. സാറേ, തീർച്ചയായിട്ടും ഇത് ഒരുപാട് അഭികാമ്യമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മുടെ ഒരു അവസ്ഥ, അതായത് ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഒരുപാട് സമയം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിലയിൽ സാറിനോട് പറയാമല്ലോ, ഒരു 60-65% സമയവും എന്റേത് അവിടെയാണ് പോകുന്നത്. കാര്യം 4.5 മാസമേ ആയുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പൊ സ്പാർക്ക് ആണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ പഠനം നമുക്ക് പൂർണ്ണമാവാത്തത് കൊണ്ട് പല അതായത് HMമാരെയും പഴയ എക്സ്പീരിയൻസ് ഉള്ളവരെ പലരെയും വിളിച്ചാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കാര്യം സാറേ, നമ്മുടെ ക്ലർക്ക് എന്ന് പറയുന്ന ആള് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹം ഒന്നും ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ആകെ ചെയ്യുന്നത് എന്തെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എത്തിക്കും. അദ്ദേഹം ഡൈയിങ് ഹാർനസിൽ കയറിയ ആളാണ്, 20 വർഷം ആയ ആളാണ്. പക്ഷെ അത് ശരിക്കും എന്നെ ബാധിക്കുന്നുണ്ട് സാറേ. കാര്യം പുതിയ ഒരാളെന്നുള്ളതല്ലേ. അപ്പൊ നമുക്ക് ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത്രയും അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷമം അപ്പൊ ഇതിലൊരു പ്രധാനമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എനിക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കൂടുതൽ ഇതിനാവശ്യമായിട്ടുള്ള നോളജ് നേടാൻ ഞാൻ ശ്രമിക്കും. ഇതിനാവശ്യമായിട്ടുള്ള സ്കില്ല് ഞാൻ ഒരാൾ കൂടി പറയാം. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. സാറേ, ഞാൻ SMBയിൽ വരുമ്പോൾ അവിടെ ക്ലർക്ക് ഉണ്ടെങ്കിലും ക്ലർക്കിന് ഭയങ്കരമായൊരു അസുഖം കാരണം പോവുകയാണ്, അത് ലീവിലാണ്. അവസാനം ഞാൻ A to Z ഞാൻ SMBയിൽ എന്ന് പറയുന്നത് വാല്യുവേഷൻ, റീവാലുവേഷൻ, മൊത്തം പരീക്ഷകൾ എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും അവിടെ വരുന്നതാണ്. അപ്പോൾ ഞാൻ അതൊരു വെല്ലുവിളിയായിട്ട് എടുത്തു. ഇപ്പൊ എനിക്ക് ഒരു പക്ഷേ എനിക്ക് ക്ലർക്ക് മാറി നിന്നത് ഒരു നല്ലതായിട്ട് തോന്നുന്നു. സ്പാർക്ക് മുഴുവനും ഞാൻ പഠിച്ചു, ലിംസ് മുഴുവനും പഠിച്ചു, ഇത് ബാക്കി എല്ലാ പരീക്ഷകളും എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. അങ്ങനെ എനിക്കൊരു ഇത് പക്ഷെ സാറേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട്. ചിലപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് കരയുന്നുണ്ടായിരിക്കാം, അത്രമാത്രം ഇതായിരിക്കാം. എങ്കിൽ പോലും ഞാനതൊരു പോസിറ്റീവായിട്ട് എടുത്ത് ഞാൻ ഒത്തിരി പഠിച്ചു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. റാണി ടീച്ചർ നമുക്ക് വളരെ നല്ലൊരു സന്ദേശമാണ് തന്നത്. കാരണം റാണി ടീച്ചർ സർവീസിൽ കയറുമ്പോൾ അല്ലെങ്കിൽ അവരെ സ്കൂളില് HM ആയിട്ട് ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ ക്ലർക്ക് വളരെ മോശമായി അല്ലെങ്കിൽ വേണ്ടത്ര സഹായം കിട്ടിയില്ല. എങ്കിൽ പോലും ടീച്ചർ അതൊരു ചലഞ്ചായി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആ ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ടീച്ചർ അത് മുഴുവൻ പഠിച്ചു. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നേടാൻ നമുക്ക് കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റാണി ടീച്ചറെ. റാണി ടീച്ചറെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നത് ഒരു മികച്ച HM-ആകാൻ നോളജ് വേണം, ആറ്റിറ്റ്യൂഡ് വേണം, സ്കില്ല് വേണം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കില്ലാണ്. നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഇപ്പൊ പുസ്തകം വായിച്ചും അല്ലാതെ വിവിധ സോഴ്സുകളിലൂടെയും നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്കില്ല് എന്നുള്ളത് ഓരോ മേഖലയിലുള്ള സ്കില്ല് അത് ഓരോരുത്തരും ആർജിച്ചെടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ഉദാഹരണത്തിന് ഒരു ആശാരി കഴിവ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ നമ്മളെ ആശാരി അല്ലാത്ത ഒരാൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഒരു നല്ല ആശാരി ആവില്ല. അതേ രീതിയിൽ നമ്മുടെ പല ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്കില്ലുകള് HM-ന് വേണം. ആ സ്കില്ലുകള് അതില്ലാത്ത ആളുകൾക്ക് അത് ആർജിച്ചെടുക്കാൻ ഒരു പരിധിയുണ്ട്. നമ്മുടെ HM-മാര് പലപ്പോഴും പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്കില്ലില് അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാരണം അവർ വളരെ പിറകിലാണ്. അതുകൊണ്ട് തന്നെ കൂടെ ഞാനും കൂട്ടിച്ചേർത്ത് പറയുകയാണ്,
ഇത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ചില അച്ഛന്മാർ വരുന്ന സമയത്ത് നന്നായിട്ട് സ്കൂളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു, എന്നാൽ ചിലർ വരുമ്പോൾ വളരെ താഴ്ന്നു പോകുന്നു. ഈ താഴ്ന്നു പോകുന്നത് അവർക്ക് സ്കൂൾ നന്നാക്കാൻ ആഗ്രഹമില്ലാതിട്ടല്ല, പക്ഷെ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ സ്കില്ല് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരുപക്ഷെ ഇതൊരു വിവാദം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയായിരിക്കും. എങ്കിലും ഞാൻ പറയാണ്, എച്ച്എംമാരെ പോസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴുള്ള നേരിട്ടുള്ള പ്രൊമോഷൻ രീതി ആദ്യം മാറ്റണം. ഒരു സീനിയോറിറ്റി വെച്ച ഒരു പ്രൊമോഷൻ അല്ല വേണ്ടത്, മറിച്ച് ആ അധ്യാപകന് വേണ്ട സ്കില്ലുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ രീതി വന്നാൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നത് അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഓക്കെ സർ, അപ്പൊ അല്ല ഞാൻ അത് നമുക്കിപ്പോ ആ കാര്യത്തിൽ ഇപ്പൊ ഒരു ചർച്ച നമുക്കിപ്പോ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആ ആശയം സാറ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും സ്കില്ല് നേടാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, സ്കില്ല് നമുക്ക് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ സ്കില്ല് നേടാനാവും. അല്ലെങ്കിൽ സ്കൂളിലെ സ്കില്ല് ഉള്ളവരുടെ സേവനം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താനാവും. എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ആ സ്കില്ല് നേടാനുള്ള എല്ലാ അവസരവും പ്രയോജനപ്പെടുത്തണം. അതിനുള്ള ഒരു മാർഗമാണ് ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഈ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ മേഖലയിൽ എന്ത് പുതിയൊരു കാര്യം വന്നാലും, ഈ മേഖലയിൽ നമുക്ക് നമുക്ക് നേടിയെടുക്കേണ്ടതായി വന്നാൽ അത് നേടിയെടുക്കാനുള്ള ശ്രമം നമുക്ക് വേണമെന്നുള്ളൊരു തോന്നൽ, അത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം. അതാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ടീച്ചർ കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഒന്ന്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ആ ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. ഒരു ആസൂത്രണം നമുക്കുണ്ടാവണം. അപ്പൊ ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ അത് നമ്മൾ നേടിയിരിക്കും. നല്ല കാര്യമാണ്. അതന്നെ കാര്യം, അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തീരുമാനിക്കാനും അതിന് ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ സ്കൂളിൽ നമ്മൾ നടപ്പാക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു വിഷൻ നമ്മുടെ സ്കൂളിൽ നമ്മൾ നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം അതിന് നമ്മൾ ഫോളോ അപ്പ് എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഇതില് മാറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അതിൽ പരിശീലനത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല് തുടങ്ങിയ ഗോൾസും ഒബ്സ്റ്റക്കിൾസും ഉണ്ടാവും. ആ ഒബ്സ്റ്റക്കിൾസ് മറികടന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ പ്ലാനിങ് വേണം. അതേപോലെ തന്നെ അത് നടപ്പാക്കണം. ആ നടപ്പാക്കുന്ന സമയത്ത് നമ്മുടെ സഹപ്രവർത്തകരെ സഹായിക്കാനും അവരുടെ ഒപ്പം നിൽക്കാനും അവരെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു എനർജി പാക്കായി, അല്ലാതെ നമ്മൾ എച്ചമായി പോയല്ലോ എന്നുള്ള സങ്കടത്തില് വളരെ എന്താ പറയാ, ഒരു മിനിറ്റ്, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിനപ്പുറം സ്കൂളിന് മൊത്തം ഒരു ശക്തിയുടെ സ്രോതസ്സായി ഹെഡ് മാസ്റ്റർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്കൂളിൽ വലിയൊരു മാറ്റം, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ, സ്കൂളിലൊരു ശക്തിയുടെ സ്രോതസ്സായി മാറാൻ, മുന്നോട്ട് നയിക്കാൻ, എല്ലാവരെയും പ്രാപ്തരാക്കാനുള്ള ഒരു ശക്തിയുടെ സ്രോതസ്സായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇനി ആ ടീച്ചർക്ക് പറയാം. ആ ഒരു ടീച്ചർ ഓപ്പൺ ചെയ്തിരുന്നു, റാണി ടീച്ചർ തന്നെയാണ് പറയുന്നത്. സാറേ, അങ്ങനെ ചെയ്തത് കാരണം എനിക്കിപ്പോ ഒരു നല്ല വില വീണു. കാരണം നമുക്കെല്ലാം ഒരു വണ്ണാങ്കട്ട അറിഞ്ഞൂടെങ്കിലും എല്ലാ ടീച്ചേഴ്സും എന്താണ് സ്റ്റാഫിനും ഒക്കെ നമുക്ക് ഏതാണ്ടൊക്കെ എല്ലാം അറിയാമെന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ക്ലറിക്കൽ വർക്കായാലും ഏത് വർക്കായാലും നമുക്ക് ചെയ്യാൻ അറിയാമെന്നൊരിത് വരുമ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും. നമുക്ക് പിന്നെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോവേണ്ടിയില്ല. നമ്മൾ വഴിയാണ് എല്ലാം പോയിരിക്കണം. അപ്പൊ എവിടെ എന്തിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു കാര്യവും ഉണ്ടാവും. അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതാണ് ആ ടീച്ചർ എടുത്ത ആ പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, നമ്മളെ അതിന്റെ പേരിൽ അംഗീകരിക്കുകയും ചെയ്യും. നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഈ എനർജി പാക്ക് ആവാൻ എല്ലാവർക്കും കഴിയട്ടെ. അതോടൊപ്പം നിങ്ങൾക്കൊരു പുതിയ തസ്തിക, ഒരു ഹെഡ് മാസ്റ്റർ എന്നുള്ള പ്രൊമോഷൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ പൊസിഷൻ, ഒരു പുതിയ പവർ കിട്ടി. യഥാർത്ഥത്തിൽ ശരിയാണ്, ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കൊരു പൊസിഷനും പവറും തന്നെയാണ് കിട്ടിയത്. ഒരു ഹൈസ്കൂൾ ഒരു അധ്യാപികയ്ക്ക് സങ്കല്പിക്കാവുന്ന ഒരു നല്ല പോസ്റ്റാണ് ഹെഡ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റ്. ഇനി അടുത്ത DO എന്നുള്ള പോസ്റ്റ് ഉണ്ട്,
DD എന്നുള്ള പോസ്റ്റ് ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രൊമോഷൻ പോസ്റ്റ് തന്നെയാണ്. ആ ഒരു പവർ ആൻഡ് പൊസിഷൻ എന്നതിലുപരി നിങ്ങളുടെ പുതിയ തസ്തിക നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താണ്? പവർ ആൻഡ് പൊസിഷൻ എന്നതിലുപരി പുതിയ തസ്തിക നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താണ്? ഉത്തരവാദിത്വം. യെസ്, ഏതാണ്? പുതിയ കുറെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു സമൂഹത്തെ നന്നാക്കാനുള്ള ഒരു അവസരം, ഒരു സമൂഹത്തെ നന്നാക്കാനുള്ള ഒരു അവസരം, ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറെ ഉത്തരവാദിത്വം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ചില എന്താ പറയാ, നമുക്ക് ചില പുതിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. നാടിനെ നന്നാക്കാൻ, സ്കൂളിനെ നന്നാക്കാൻ, നേതൃത്വം ഉണ്ടാക്കാൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് ചില അംഗീകാരം കിട്ടിയിട്ടുണ്ട്. സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നതിനെ പറ്റി ചില അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും കിട്ടിയിട്ടുണ്ട്. അതാണ് പരപ്പനങ്ങാടിയിലത്തെ HM പറയുന്നത്. അപ്പോ ഒരു പുതിയ കുറെ കാര്യങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ, യെസ്, അത് തന്നെയാണ്. കാരണം ഒരു ആത്മസംതൃപ്തി, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നടപ്പാക്കാൻ പറ്റിയ ഒരു അവസരം, എനിക്ക് ചില ലക്ഷ്യങ്ങൾ അത് നടപ്പാക്കുന്ന ഒരു പറ്റും അധ്യാപകര്, നമ്മൾക്ക് കുട്ടികൾക്ക് വഴികാട്ടിയാവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു പുതിയൊരു സ്ഥിതി നമുക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ധൈര്യം ഉണ്ടായിട്ടുണ്ട്. യെസ്, ഓക്കെ, ഹാപ്പിയാണ്. നല്ല കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി, യെസ്, നല്ല കാര്യങ്ങൾ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പുരോഗതിക്ക് വേണ്ടി യെസ്, അതോടൊപ്പം പറഞ്ഞു പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. ഇതൊക്കെ ശരിയാണ്. ക്ലാസ് മോണിറ്ററിംഗിലൂടെ മറ്റു വിഷയങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വെരി ഗുഡ്. അത് തന്നെ, നമ്മളുടെ വിഷയത്തിനപ്പുറം മറ്റ് വിഷയങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള ഒരു അവസരം നമ്മുടെ ലക്ഷ്യം എന്നെ സംബന്ധിച്ച് ഞാന് എല്ലാ കാര്യവും വളരെ പേടിയുള്ള ആളും പെട്ടെന്ന് കരയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് കയറിയ സ്കൂളില് ചെന്ന കാലം തൊട്ട് പല പല പ്രതിസന്ധികളായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാനിപ്പം നല്ല സ്ട്രോങ് ആയി, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒരു HM ആയതിനു ശേഷം ആദ്യമൊക്കെ പേടിയായിരുന്ന ഒരാൾ ഇപ്പൊ ഞമ്മളെ സ്ട്രോങ് ആയി നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയെന്ന ടീച്ചറുടെ സ്വരത്തിലുള്ള ആത്മവിശ്വാസം തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് ഒരു നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ കിട്ടി അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഇനി നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ മാറ്റത്തിലേക്ക്, എപ്പോഴും കേൾക്കുന്നില്ല, ആ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാറ്റത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ ലീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആർട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ എന്നാണ്. ആർട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സഹപ്രവർത്തകരെ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രക്ഷാകർത്താക്കളെ കൂടി, കുട്ടികളെ കൂടി നമുക്ക് നമ്മുടെ ഒപ്പം എത്തിക്കുകയും അവരെ മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡർ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം കിട്ടി, നമുക്ക് അധികാരം കിട്ടി, നമുക്ക് ഉത്തരവാദിത്വം കിട്ടി, നമുക്ക് അംഗീകാരം കിട്ടി. അതോടൊപ്പം മറ്റുള്ളവരെ കൂടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതിന് നിങ്ങൾക്കുള്ള ഒരു പുതിയ നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങളുടെ അധ്യാപകർ തന്നെയാണ്. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, നിങ്ങളുടെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന അധ്യാപകർ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത്. നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകര് എന്തൊക്കെ തരത്തിലുള്ള അധ്യാപകരുണ്ട്? നിങ്ങളുടെ സ്കൂളിൽ പല തരത്തിലുള്ള അധ്യാപകർ. ഞാൻ ഇത് വെച്ച് പറയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ കുറെ ഫോഴ്സസ് ഉണ്ട്. കുതിരകളെ പോലെ ശക്തിയുള്ള, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന, വളരെ ഊർജ്ജസ്വലരായ ഒരു 20% അധ്യാപകര്, അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നത്, നിങ്ങൾക്ക് ശക്തി പകരുന്നത്, നിങ്ങൾക്കൊപ്പം തണലായി നിൽക്കുന്നത്, നിങ്ങളുടെ ഒപ്പം കൈപിടിച്ച് നടക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഹോഴ്സസ് നിങ്ങളുടെ സ്കൂളിലുണ്ട്. ആ ഹോഴ്സസ് ആണ് നിങ്ങളുടെ ശക്തി എന്ന് ഞാൻ അതിന് ഞാൻ ബാക്കിക്കൂടി പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ മതി. രണ്ടാമത്തേത്, നിങ്ങളുടെ വിദ്യാലയത്തിൽ കുറെ സ്റ്റാർസ് ഉണ്ട്, സ്വയം കത്തി ജ്വലിക്കുന്ന സ്റ്റാർസ്. പക്ഷെ ഈ സ്റ്റാർസിന്റെ ഗുണം നിങ്ങളുടെ സ്കൂളിൽ പൂർണ്ണമായി കിട്ടുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ സ്റ്റാർസിന്റെ പേരിലാണ് നിങ്ങളുടെ സ്കൂള് അറിയപ്പെടുന്നത്. ആ സ്റ്റാർസ് ആണ് പുറത്ത് തിളങ്ങുന്നത്. ആ സ്കൂളിന്റെ ആ മാഷയുടെ സ്കൂൾ അല്ലേ എന്ന് പലപ്പോഴും ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചില സ്റ്റാർസ് ഉണ്ട്.
പക്ഷെ 100% വിദ്യാലയത്തിന് പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടണമെന്നില്ല. അവര് പുറത്ത് കത്തി ജ്വലിക്കും, അവരുടെ പേരിൽ അറിയപ്പെടും, അവർ കാര്യങ്ങൾ ചെയ്യും, അവർ ചിലപ്പോൾ നല്ല സാഹിത്യകാരന്മാരാവും, ചിലപ്പോൾ ജനപ്രിയരാവും, ജനപ്രതിനിധികളാവും. അപ്പോ നിങ്ങളുടെ പാവം കുതിരകൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ സ്റ്റാൾസിന്റെ പേരിൽ സ്ഥാപനം ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവും. അതോടൊപ്പം നമുക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു വലിയ വിഭാഗമുണ്ട്. അതിന് ഡെഡ്വുഡ്സ് എന്നാ പറയുന്നത്. എന്ത് വന്നാലും യാതൊരു പ്രശ്നവുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ നമുക്ക് ഡെഡ്വുഡ്സ് എന്ന് പറയാം. എന്ത് വന്നാലും ഒരു കുഴപ്പം എനിക്കില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നുള്ള ഡെഡ്വുഡ്സ് ഉണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി അവിടെയുള്ള കുറെ സ്ലീപ്പിംഗ് എലിഫൻസ് ഉണ്ട്. സ്ലീപ്പിംഗ് എലിഫൻസ്, ഡെഡ്വുഡ്സ്, DEADWOODS, ഡെഡ്വുഡ്സ്, അതായത് ഉണങ്ങിയ മരങ്ങൾ, അതായത് ഒന്നും ഒരു ഗുണമില്ലാത്ത, അത് എന്ത് വാക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. അതാണ് ഡെഡ്വുഡ്സ്, അതാണ് സ്പെല്ലിംഗ് ചോദിച്ചത്. ഓക്കെ, ഇനിയുള്ള ലാസ്റ്റ് ആണ് സ്ലീപ്പിംഗ് എലിഫൻസ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ. അവര് വളരെ ഉറങ്ങിക്കൊണ്ടായിരിക്കും, അവര് കാര്യങ്ങളിലൊക്കെ നിർജീവമായിരിക്കും, പക്ഷെ അവര് വളരെ ശക്തിയുള്ള കുറെ ആൾക്കാരുണ്ട്. അവര് എലിഫന്റ് ആണ്. അവന് ആ താപ്പാനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. താപ്പാന എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്കൂളിലുണ്ടായി അവര് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന താപ്പാനകളാണ്. എന്നാൽ സ്ലീപ്പിംഗ് എലിഫൻസ് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആൾക്കാരാണ്, പക്ഷെ അവര് അത് പ്രയോജനപ്പെടുത്തുന്നില്ല, അവര് വളരെ ഉറങ്ങിക്കിടക്കും. അവരെ ഉണർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിരകളെ പോലെ അവരെ പ്രയോജനപ്പെടുത്താനാവും. അങ്ങനെയുള്ള ഒരു വിഭാഗം കൂടിയുണ്ട്. അപ്പോ 4 തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്: ഹോഴ്സസ്, സ്റ്റാർസ്, ഡെഡ്വുഡ്സ് ആൻഡ് സ്ലീപ്പിംഗ് എലിഫൻസ്. ഇതിനെ കുറിച്ചൊരു കമന്റ് പറയും, നിങ്ങളുടെ സ്കൂളിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഡെഡ്വുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയുമോ? ഡെഡ്വുഡ്സ് പറഞ്ഞാൽ ഒന്നും താല്പര്യമില്ല, ഞാൻ ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഞാൻ ചെയ്യുള്ളൂ, ഇനി സ്കൂളിൽ എന്ത് ഭൂകമ്പം വന്നാലും എന്നെ ബാധിക്കില്ല, ഞാൻ 10 മണിക്ക് വരും, 4 മണിക്ക് പോകും, പഠിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ രീതിയിലുള്ള കുറെ ആൾക്കാർ. അതായത് എന്ത് വന്നാലും കുഴപ്പമില്ല, സ്കൂളിന്റെ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, ഞാൻ ഇങ്ങനെ പോകും, അങ്ങനെ വിചാരിക്കുന്ന. യെസ്, അതാണ് ഏറ്റവും നല്ലത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല, അനങ്ങാപ്പാറകളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. യെസ്, ഈ 4 വിഭാഗങ്ങൾ നിങ്ങളുടെ സ്കൂളിലത്തെ ആൾക്കാരെ ഒന്ന് കമ്പയർ ചെയ്തോണ്ട് നിൽക്കുന്നു പറയും. എല്ലാരും ഉണ്ട് സർ. ഹൈമ ടീച്ചറെ പറയൂ. എല്ലാരും ഉണ്ട്, ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ട്. സാറ് പറഞ്ഞ 100% കറക്റ്റ് ആണ്. സ്റ്റാർസ് ഉണ്ട്, അവരുടെ പേരിൽ സ്കൂളുകളൊക്കെ അറിയപ്പെടുന്നു എന്നല്ലാതെ കൂടുതൽ അവരെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ കോഴ്സസിനെ കുറിച്ച് ഹോഴ്സസ് നന്നായി വർക്ക് ചെയ്യുന്നു, പക്ഷെ ചിലപ്പോ അവരുടെ പേര് എവിടെയും കേൾക്കാറൊന്നുമില്ല. വളരെ കറക്റ്റ് ആണ് സാർ, താങ്ക് യു. സാറേ വളരെ കറക്റ്റ് ആണ്. ഞാൻ ആലപ്പുഴയിൽ അറവാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. കറക്റ്റ് ആണ്, കോഴ്സസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷെ ഈ സ്റ്റാർസസ് എന്ത് ചെയ്യുന്ന, സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഇടിച്ചു കയറി നിൽക്കും. പിന്നെ ഡെഡ്വുഡ്സ് ഒന്നിനും കൊള്ളത്തുമില്ല, അവര് വരിക പോവുക, അവരുടെ കാര്യം നോക്കുക. സ്ലീപ്പിംഗ് എലിഫൻസ് ഉണ്ട്, അവർക്ക് കഴിവുണ്ട്, പക്ഷെ മുന്നോട്ട് വരുത്തില്ല. ശരി, ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ പറയേണ്ടത് ഈ 4 വിഭാഗത്തിന് എങ്ങനെയാണ് നമ്മൾ ഒപ്പം എത്തിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും കൂടി കമന്റ് ചെയ്യണം. ഓക്കെ, പറയൂ സാറേ. ഞാൻ നിലമ്പൂരിൽ നിന്നും പറഞ്ഞോളൂ, ഒരാളെ പറഞ്ഞു തുടങ്ങിയാൽ പറഞ്ഞോളൂ. നിലമ്പൂരിൽ നിന്നും ഉള്ള ഒരു അച്ഛമാണ്, GHSS മൂത്തയിടത്ത്. എനിക്ക് സാറ് ഇപ്പൊ പറഞ്ഞപ്പോ 2 പേര്, എല്ലാ തരക്കാരും എന്റെ സ്കൂളിലും ഉണ്ട്, പക്ഷെ ഈ തരത്തിൽ പെടുന്ന ഡെഡ്വുഡ്സിൽ പെടുന്ന 2 പേര് ഉണ്ടായിരുന്നു. അതില് ഈ 2 പേര് പിന്നെ കഴിഞ്ഞ ഒരു വർഷം, ഞാന് 22 ജൂണിലാണ് ഈ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വരുന്നത്. ആ വർഷം അവരെന്നോട് ഞാൻ വന്ന ഉടനെ പറഞ്ഞത്, മീറ്റിങ്ങുകളൊക്കെ ആഫ്റ്റർ സ്റ്റഡി ടൈം വെക്കുമ്പോ ഞങ്ങൾ ഇരിക്കില്ല നിക്കില്ല എന്നൊക്കെ പറഞ്ഞു അവര്. പക്ഷെ അവര് ഈ വർഷം മുതൽ, ഒരു വർഷം അവരങ്ങനെ നിസ്സഹകരിച്ച് നിന്നെങ്കിലും ഈ വർഷം മുതൽ എല്ലാറ്റിനും എന്റെ കൂടെയുണ്ട്. അതിലൊരാള് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, എനിക്കത് മനസ്സിലായി. ഈ വർഷം ഞാൻ ആ സാറിന് ഡിസിപ്ലിൻ കമ്മിറ്റി കൺവീനറിന്റെ ചുമതല നൽകി.
മറ്റേ ആള് സീനിയർ അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത് പോയപ്പോ ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരാളായിരുന്നു മറ്റേ ആള്. അപ്പൊ സീനിയർ അസിസ്റ്റന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്കൊക്കെ എന്റെ കൂടെ ഒരു പരിധി വരെ ഒരു നല്ല സഹായമായിട്ട് കൂടെ ഉണ്ട്. പിന്നെ എല്ലാ തരക്കാരും ഉണ്ട്, എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാവും, പക്ഷെ അവിടെയൊക്കെ നമ്മൾ അത് തരണം ചെയ്യും. അത് തരണം ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ടീച്ചർ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്ലീപ്പിംഗ് എലിഫൻസിനെയും ഡെഡ് വൂഡ്സിനെയും മാറ്റാൻ വേണ്ടി എടുത്ത തന്ത്രമാണ് അപ്പൊ ടീച്ചർ ഇവിടെ പറഞ്ഞത്. അവർക്ക് ചില ചുമതലകൾ കൊടുത്തു, ഡിസിപ്ലിന്റെ ചുമതലകൾ കൊടുത്തപ്പോൾ അയാൾ നന്നായി ഷൈൻ ചെയ്തു. അല്ലാതെ അയാൾ ഒന്നും അല്ലെങ്കിൽ അയാൾ അങ്ങനെ അതേപോലെ പോകുമായിരുന്നു. പുതിയ ചുമതലകൾ കിട്ടിയപ്പോൾ അയാൾ കൂടുതൽ പ്രവർത്തന പദത്തിലേക്ക് വന്നു. ഒരാൾ സീനിയർ അസിസ്റ്റന്റായി പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നു. എപ്പോഴും ചുമതലകൾ ഏറ്റെടുക്കുകയും അത് അക്കൗണ്ടബിൾ ആവുകയും ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും അവരവരുടെ കഴിവ് പുറത്തെടുക്കുക. ഒരു അവസരം കിട്ടുമ്പോഴാണ് കഴിവ് പുറത്തെടുക്കുക. അല്ലെങ്കിൽ അവരിങ്ങനെ ഡെഡ് വൂഡ്സ് ആയിട്ടും സ്ലീപ്പിംഗ്. പറഞ്ഞോളൂ. രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതേപോലെ ഞാനും കുറെ എലിഫൻസിനെ ഉണർത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-2 എലിഫൻസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഏറ്റെടുക്കില്ല. കാരണം അവരുടെയൊക്കെ കഴിവ് 10-32 കൊല്ലമായി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാലോ അവരുടെ കഴിവുകൾ എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചാർട്ട് ചെയ്ത് അങ്ങനെ കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു വെച്ചാല് ഒന്ന് മറുതലിച്ച് നിന്നു. അല്ല, അത് ഐക്കാണ്ട് എന്നുള്ള മട്ടില് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള മട്ടിൽ നിന്നു. സോ അപ്പൊ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു, അത് ടാക്കിൾ ചെയ്തു. പക്ഷെ ഈ വർഷമായപ്പോ, അതാണ് ഞാൻ അങ്ങനെ കമന്റിൽ എഴുതിയത്, എലിഫൻസ് ഒക്കെ മാറി എന്നുള്ളത്. ആ 2 പേരും തന്നെ ഈ വർഷമായപ്പോ എന്ത് കാര്യവും ചെയ്യാമെന്നും കഴിഞ്ഞ വർഷം ഞങ്ങളിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എല്ലാ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു 10-30 കൊല്ലമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു 100% കിട്ടിയ വർഷമാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ എന്തുകൊണ്ടൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അവർക്ക് മുന്നോട്ട് വരണം എന്നുള്ള തോന്നലുണ്ടായി. അപ്പോ അത് വലിയൊരു സന്തോഷം ഉള്ളിൽ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെ ആയാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കോളും എല്ലാവരും. ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നമ്മളോട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഞാൻ വാണിയമ്പലം, മലപ്പുറം. പിന്നെ ഞാൻ ഇതേമാതിരി ഈ വർഷമാണ് അവിടെ ജോയിൻ ചെയ്തത്. ഇടുക്കിയിലായിരുന്നു. അപ്പൊ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ സ്കൂളിലെ ചില ആളുകൾ എന്നെ വിളിച്ചു, എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് സംസാരിക്കാം, നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ എന്നോട് പറയരുത്. അപ്പൊ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആ ഒരു മുൻധാരണ ഒന്നും ഇല്ലാതെ തന്നെ ഓരോ ആളുകളെ പേഴ്സണലി കണ്ട് ഇടയ്ക്കൊക്കെ വിളിച്ച് ഫോൺ ചെയ്ത് അവരോട് സംസാരിച്ച് അവരായിട്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ആളുകളെ അവിടുത്തെ FTM, അതേപോലെ തന്നെ നൂൺമീല്, പിന്നെ ടീച്ചേഴ്സ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു, സാറ് ഇങ്ങനെ കഴിഞ്ഞ വർഷം ഒരു പണിയും ചെയ്യാതിരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഈ രീതിയിൽ പണി ചെയ്യിപ്പിച്ചത് എന്നുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം മുൻധാരണയോടുകൂടി നമ്മൾ സമീപിക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ അവര് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രതിഷേധിച്ച് നിന്നിരുന്ന ആളുകളായിരിക്കാം, കഴിവില്ലാത്തത് കൊണ്ടല്ല. ഇപ്പോ എല്ലാവരും എനിക്ക് തോന്നുന്നത് കൂടുതൽ പേരും കുതിരകളാണ് നമ്മുടെ സ്കൂളിൽ. വെരി ഗുഡ്. അത് തന്നെ ഒരാളും കൂടി ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ലാസ്റ്റ് ആള് ആരാണെന്ന് പറഞ്ഞോളാം. സാറേ, മനോജ് സാറ് പറഞ്ഞതിനോട് ചേർത്ത് തന്നെ ഞാൻ പറയുന്നു, ഈ മുൻവിധി നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. പല കാര്യങ്ങളിലും നമ്മൾ പുതിയതായിട്ട് ഒരു സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ആരെയൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ടോ ഒക്കെ പറയുമ്പോൾ മുൻവിധി നമ്മളെ ഒരാളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കൊണ്ടുവരും. അപ്പൊ എനിക്കും ഇതേ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായി. പക്ഷെ ഞാനും ആ മുൻവിധി മാറ്റി വെച്ചിട്ട് ഓരോരുത്തരോട് ഇടപെടാൻ ശ്രമിക്കുകയും അതിനുശേഷം ഈ പറയുന്ന പോലെ അനങ്ങാതെ നിന്നിരുന്ന പോലെ, പിന്നെ ചുമതല വിഭജനം എല്ലാ ദിവസവും ഡ്യൂട്ടി വാട്സാപ്പിൽ ഇന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ചിലർ പറയും, ടീച്ചറെ എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാൻ പറ്റും, ഇയാൾക്ക് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ
നിർബന്ധപൂർവ്വം അങ്ങനെ പറയുമ്പോൾ അവര് ഉറപ്പായിട്ടും അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. താങ്ക് യു സർ. അപ്പോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആരെയും തഴയാതെ എല്ലാവരെയും നമ്മുടെ ഒപ്പമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് അവരുടെ ശക്തി ഉള്ളവർ ആ ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഉറക്കമുണർന്ന ആനകളെ, അതുപോലെ തന്നെ ഡെഡ് വുഡ്സ് ആയ ആളും വീണ്ടും കുതിരകളായിട്ടൊക്കെ നമുക്ക് മാറാം. നമ്മുടെ സ്ഥാപനത്തിൽ കുറെ കുതിരകൾ ഉണ്ടാവണം. ആ കുതിരകൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. ചുമതലകൾ കൃത്യമായി വിഭജിച്ചു കൊടുത്തുകൊണ്ട്, എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട്, അല്ലെ, നമുക്ക് അവരുടെ നേതാവാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഇവരെല്ലാവരും കുതിരകളായി നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ പടയോട്ടത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കാം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കങ്ങനെ വ്യത്യസ്തരായ ഒരു HM ആവാം. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യത്യസ്തരായ HM ആവാം, ഇന്നവേറ്റീവ് ആയിട്ടുള്ള HM ആവാം. ഇതുവരെ നിങ്ങൾ കണ്ട കുറെ HMs ഉണ്ടാവും. നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്യുന്നതിൽ കുറെ HMs ഉണ്ടാവും. അതിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് വ്യത്യസ്തമായ വഴികളിലൂടെ നമ്മളുടെ അധ്യാപകരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലാതെ നമ്മൾ ഒറ്റ പോക്കാണ് പോയിട്ട് കാര്യമൊന്നുമില്ല. മുൻവിധി ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒറ്റ പോക്കാണ് പോയിട്ട് കാര്യമില്ല. നമുക്ക് തീർച്ചയായും അവരെ നമ്മുടെ ഒപ്പം നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ നമ്മുടെ സ്കൂളിൽ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഇരുന്ന സ്ഥലത്ത് നമ്മളൊരു തൂവൽ പൊഴിച്ച് തന്നെ പോകണം, അല്ലെ? പി രാമചന്ദ്രന്റെ കവിത ലളിതം എന്നുള്ളൊരു കവിതയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നമ്മൾ അവിടെ പൊഴിച്ച ഒരു തൂവൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരു തൂവൽ അവിടെ പൊഴിച്ച് തന്നെ നിങ്ങൾ പോകണം. അതാണ് നമ്മുടെ സിഗ്നേച്ചർ. ആ സിഗ്നേച്ചർ ഉണ്ടാവാൻ പറ്റിയ മാറിയ പുതിയ HMs ആവാൻ ഈ പരിശീലനം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൊസിഷൻ ഈസ് എ വൺ ടൈം ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയ അധികാരം ഒരൊറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അധികാരം, പൊസിഷൻ ഈസ് എ വൺ ടൈം ഗുഡ് വിൽ. പക്ഷെ ഗുഡ് വിൽ ഈസ് എ ലൈഫ് ടൈം പൊസിഷൻ ആണ്. ഗുഡ് വിൽ ഈസ് എ ലൈഫ് ടൈം പൊസിഷൻ. അതായത് അധികാരം കൊണ്ട് നമ്മൾ നേടുന്നത് ഒരു ഒറ്റ സമയം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം പൊസിഷൻ. ജീവിതകാലം മുഴുവൻ നിങ്ങളെ അറിയപ്പെടുന്നത് നിങ്ങൾ ചെയ്ത HM എന്നുള്ള നിലയ്ക്ക് ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിലായിരിക്കും. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴും അന്ന് ആ മാഷുണ്ടല്ലോ, അയാൾ പുലിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്കുള്ള അംഗീകാരം. ഞാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പൊ വീണ്ടും പോയോ? വീണ്ടും സൗണ്ട് പോയോ? പൊസിഷൻ അത് നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാവും. ഓക്കെ, അല്ല ഞാൻ ഇപ്പൊ ഈ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ ലാസ്റ്റ് പറഞ്ഞൊന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പൊസിഷൻ ഈസ് എ വൺ ടൈം ഗുഡ് വിൽ. പൊസിഷൻ ഈസ് എ വൺ ടൈം ഗുഡ് വിൽ. ഗുഡ് വിൽ ഈസ് എ ലൈഫ് ടൈം പൊസിഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് കിട്ടിയ അധികാരം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രം കിട്ടുന്ന ഒരു ഗുഡ് പൊസിഷനാണ്. പക്ഷെ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഗുഡ് വിൽ ഈസ് എ ലൈഫ് ടൈം പൊസിഷൻ ആണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിലാണ്, നിങ്ങൾ പൊഴിച്ചുപോയ തുവലിന്റെ പേരിലാണ്, നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേട്ടുമല്ലോ അല്ലെ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ വിഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഒരു കാര്യങ്ങളിലേക്ക് അടുത്തൊരു കാര്യം ബ്രേക്ക് ആവുന്നുണ്ട്. സാറേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. സാറിന്റെ സൗണ്ട് തീരെ ലോ ആയിട്ടാ കേൾക്കുന്നത്. രേന്ദ്ര സാർ, സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. നമ്മുടെ അധ്യാപകരെ
2 ഡിവൈസ് അടുത്ത് വെച്ചിട്ടുണ്ടാവും സാർ ചിലപ്പോ. സൗണ്ട് ഒന്ന് കൂട്ടി. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. നെറ്റ്വർക്കിന്റെ പ്രശ്നമാവും. അതെ അല്ലേ? ഹലോ, ഇപ്പോഴും കട്ടാവുന്നുണ്ട് അല്ലേ? നോക്കട്ടെ എങ്ങനെ ഡിലേ ചെയ്യുന്നു. ഓക്കെ. ഇപ്പം ബ്രേക്ക് ആണോ? നോട്ട് ക്ലിയർ എന്നാണ് കാണുന്നത്. ഇപ്പോഴോ? സൗണ്ട് തീരെ കുറവാണ് സാറേ, വ്യക്തമാകുന്നില്ല. അല്ല, ഞാൻ ഫുൾ സൗണ്ടിലാണ് വെച്ചിരിക്കണേ. ഓക്കെ, ക്ലിയർ എന്ന് കാണുന്നു. ഞാൻ തുടരട്ടെ. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് അധ്യാപകരെ കുറിച്ച് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യാപകരുടെ യഥാർത്ഥത്തിലുള്ള ചുമതല എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അധ്യാപകർ ടീച്ചേഴ്സ് ഷുഡ് കം ടു സ്കൂൾ ഇൻ ടൈം. They should complete the syllabus in time and should assess the standard of the people in learning and conduct remedial classes എന്നാണ്. ഇതാണ് RTയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു നിയമമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ്. ഇത് നമ്മളെ സാധാരണ ടീച്ചർ ചെയ്യുന്നു. ഇത് നോക്കാനാണ് നമ്മുടെ ചുമതല എന്നും പറയുന്നു. ഇനി അതോടൊപ്പം ഒന്നും കൂടി പറയുന്നുണ്ട്. ഇതാണ് RTയിൽ പറയുന്ന അധ്യാപകരുടെ റോള്. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് വായിക്കാൻ പറ്റുന്നില്ല, വളരെ ചെറുതാണ്. അതെ, ഞാൻ വായിക്കാം. അതായത് സെക്ഷൻ 29 ഇൻസ്ട്രക്ട് ദ ടീച്ചേഴ്സ് ടു കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ. ചുരുക്കി ഞാൻ അതിന്റെ പോയിന്റ് മാത്രം പറയാം. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം കുട്ടികളുടെ നോളജും പൊട്ടൻഷ്യാലിറ്റിയും ടാലന്റും ഒക്കെ അളക്കണം. ഇതിനു വേണ്ടി ക്ലാസ് മുറിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കണം, ഡിസ്കവറി ലേണിംഗിന്റെ പ്രവർത്തനങ്ങൾ കൊടുക്കണം, എക്സ്പ്ലോറേഷന്റെ പ്രവർത്തനങ്ങൾ കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ടീച്ചറുടെ ചുമതല ക്ലാസ്സിലെ പാഠങ്ങൾ വായിച്ചു കൊടുക്കലല്ല, മറിച്ച് ക്ലാസ് റൂമിൽ പ്രവർത്തനങ്ങൾ കൊടുക്കലും ഡിസ്കവറി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കലും എക്സ്പ്ലോറേഷൻ ഓഫ് ദ ചൈൽഡ് അവർക്ക് കൂടുതൽ അന്വേഷിക്കാനുള്ള അന്വേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കലും ആണ് ടീച്ചറുടെ ചുമതല. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് നടത്തണം എന്നാണ് RT റൂള് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നുണ്ടോ നോക്കലാണ് ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ നമ്മുടെ ചുമതല. അപ്പോ പല ഹൈസ്കൂളിലെ അധ്യാപകരും ഇപ്പോഴും ക്ലാസ് മുറിയിൽ പാഠങ്ങൾ വായിച്ചു കൊടുക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത്. എന്നാൽ നിയമപ്രകാരം തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്നത് ടീച്ചർ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ കൊടുക്കണമെന്നാണ്. പ്രവർത്തനങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം? അന്വേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനം, കൊളാബറേഷൻ, എക്സ്പ്ലോറേഷൻ ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കണമെന്നാണ്. ഇതൊരു നിയമമാണ് എന്നുള്ളത് കൊണ്ട് RT ഒരു നിയമമാണല്ലോ, ദേശീയ തലത്തിലുള്ള നിയമമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് എഡ്യൂക്കേഷനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ഒരു ചോദ്യം പറയട്ടെ. അഥവാ കേരളത്തിലെ ഒരു രക്ഷിതാവ്, നിങ്ങളുടെ കുട്ടിക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആയി അന്വേഷണാത്മകമായി ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കോടതിയിൽ ഒരു കേസ് കൊടുത്ത എന്താണ് സ്ഥിതി? കുട്ടിയുടെ അവകാശ നിഷേധം. എങ്ങനെ എല്ലാരും എന്താ എല്ലാരും പെടും എന്ന് പറയുന്ന ഉദ്ദേശം? സാർ, ഈ ആക്ടിവിറ്റീസ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ എന്റെ സ്കൂൾ ചെറിയ സ്കൂളാണ്, ഓരോ ഡിവിഷനൊക്കെ ഉള്ള സ്കൂളാണ്. അപ്പൊ UP ക്ലാസ്സുകളില് ഓരോ അധ്യാപകരേ ഉള്ളൂ. എന്റെ സ്കൂളിലെ 3 അധ്യാപകരും BEd നാച്ചുറൽ സയൻസുകാരാണ്. ആ അധ്യാപകര് മാത്സിലെ ആക്ടിവിറ്റീസ് എങ്ങനെ കൊടുക്കും? അവർ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു പോകുന്ന രീതിയിലാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഒരു സ്കൂളിലത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ സ്കൂളിലും അതാത് വിഷയം പഠിപ്പിക്കാൻ അതാത് വിഷയത്തിന്റെ BEd കഴിഞ്ഞ അധ്യാപകർ തന്നെ ഉണ്ടാവുക. UP അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല സാറേ. UP ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. UP ക്ലാസ്സിൽ BEd കഴിഞ്ഞ ഒരു അധ്യാപകൻ എല്ലാ വിഷയവും പഠിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്.
അതായത് യു പിയിലാണ് ജോലിയെങ്കിൽ അയാളുടെ വിഷയം നാച്ചുറൽ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ യു പിയിലെ എല്ലാ വിഷയവും പഠിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. ആ വിഷയം അവർ പഠിപ്പിക്കാത്ത വിഷയത്തിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെ അവർ ഇത്രയും നന്നായിട്ട് കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? അതിന് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ അധ്യാപക പരിശീലനത്തിന്റെയും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ യു പിയിൽ പഠിപ്പിക്കാൻ യോഗ്യരാണെങ്കിൽ യു പിയിലെ എല്ലാ വിഷയവും പഠിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഹൈസ്കൂളിൽ സബ്ജക്ട് വൈസ് ആയിട്ട്. മറ്റേത് യു പിയിലെ ഏത് BEdോ TTCയോ കഴിഞ്ഞ ഒരാൾക്ക് യു പിയിലെ എല്ലാ വിഷയവും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ അത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ അയാളെ പോസ്റ്റ് ചെയ്യണം. അതൊരു ന്യായീകരണമല്ല. മറിച്ച് ഇങ്ങനെ ചെയ്യാൻ എന്താ തടസ്സം, എന്താണ് നമ്മുടെ പ്രതിസ്ഥിതി? ഇതാണ് ഒന്ന് രണ്ട് കാര്യം ചോദിച്ചോട്ടെ സാർ? ഒരാൾ പറയും. സാർ ഇവിടെ സാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് അല്ലാതെ ഒരു ക്ലാസ് എടുത്താൽ ഒരു കേസ് കൊടുത്താൽ എന്താവും ഒരു ചോദ്യം. ഇതേപോലെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പത്തെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന പേരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവര് നോക്കുന്നില്ല. അവരുദ്ദേശിച്ച രീതിയിൽ കുട്ടികൾ ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടോ അത് നോക്കിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയാണ് അവര് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി ഒരു പാരന്റ് അല്ലെങ്കിൽ ഇതുപോലെ കണ്ടന്റ് പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഓരോ ടെർമിനൽ എക്സാമിനേഷൻ പൂർത്തിയാക്കേണ്ട ഭാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് കേസ് കൊടുത്താൽ അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അല്ല എന്നില്ല. യെസ്. അപ്പൊ ഇത് തമ്മിൽ രണ്ടൊരു എന്താ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. ആക്ടിവിറ്റിയിൽ കൂടെ ക്ലാസ് മുറിയിലെ പാഠങ്ങൾ മുഴുവൻ പഠിപ്പിക്കണം തന്നെയാണ്. പരീക്ഷകളൊക്കെ ആക്ടിവിറ്റി കൂടെ നടത്തണം തന്നെയാണ് പോളിസിയും പറയുന്നത്, നിയമവും പറയുന്നത്. പക്ഷെ എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണോ നടക്കുന്നത്? ഇപ്പോഴും നമ്മുടെ പാഠ്യപദ്ധതി മാറിയിട്ടും ഇനിയും മാറാൻ പോവാണ്. എന്നിട്ടും അത് തന്നെയാണോ ഇപ്പോഴും നടക്കുന്നത് എന്നാണ് ചോദ്യം. സാർ ഒരു 70% അങ്ങനെയൊക്കെ തന്നെ സാറേ. എങ്ങനെ? ആക്ടിവിറ്റി ബേസ്ഡ് അല്ല, അവര് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വേ ആണ്. ഒരു 70% UP ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും അവർ ഫോളോ ചെയ്യുന്നത്. കാരണം അവർ നമ്മളോട് പറയുന്ന ഒരു ന്യായം, പോർഷൻസ് തീർക്കണം, സിലബസ് അവരുടെ കരിക്കുലം അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് അവര് ആ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ തന്നെ ഫോളോ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോ ഇത് ആണ് ഒരു ഇപ്പോഴത്തെ സ്ഥിതിയെ കുറിച്ചാണ് ടീച്ചർ സൂചിപ്പിച്ചത്. അപ്പൊ ഇപ്പോഴും പലപ്പോഴും ഒരാളും കൂടി പറയും. സാർ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ സ്കൂളിൽ ഇപ്പൊ 8 ഡിവിഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 8 ഡിവിഷന് ഒരു ഇംഗ്ലീഷ് പോസ്റ്റേ ഉണ്ടാവുള്ളൂ. അവരെങ്ങനെയാണ് പഠിപ്പിച്ചു തീർക്കുക? 9ാമത്തെ ഡിവിഷൻ ആയാലാണ് 2ാമത്തെ ഇംഗ്ലീഷ് പോസ്റ്റ് വരിക. സാറേ ഹൈക്കോടതി വിധിയുണ്ട്, അതൊക്കെ മാറി. ഇല്ല, അത് 3 ഡിവിഷൻ. ഹൈക്കോടതി വിധിയിൽ 3 ഡിവിഷൻ. നമ്മളിപ്പോ 8 ഡിവിഷൻ ഉണ്ടെങ്കിൽ സോഷ്യൽ 7 ഡിവിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. 7 ഡിവിഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആണ്. ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടാവും സാറേ, ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടാകും. 2ാമത്തെ പോസ്റ്റ് 9ാമത്തെ ഡിവിഷൻ വന്നാലാണ് 2ാമത്തെ ഇംഗ്ലീഷ് പോസ്റ്റ് കിട്ടുക. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ സ്കൂളിൽ നേരിടേണ്ടി വന്നൊരു പ്രശ്നമായിരുന്നു. ഇത്തരം വിഷയങ്ങളോടെ വരണം. അങ്ങനെയാകുമ്പോ ആക്ടിവിറ്റി ഓറിയന്റ് എങ്ങനെയാവുന്ന ചോദിക്കുന്നത്. ഇതില് നമുക്ക് ചർച്ച ചെയ്യുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്കൂളിലെ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇൻഡിവിജ്വൽ സാറേ, എല്ലാ സ്കൂളും 8 ഡിവിഷൻ 9 ഡിവിഷൻ വരുന്നൊരു പ്രശ്നമല്ലേ ഇത്? അതല്ല, 3 ഡിവിഷനുള്ള സ്കൂളുകളിലും ഇംഗ്ലീഷ് പോസ്റ്റ് ഇല്ല തിരുവനന്തപുരം ജില്ലയില്. ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ വെച്ചിട്ടില്ല. ഒന്നിടപെട്ടോട്ടെ. എനിക്ക് തോന്നുന്നു ഏത് COs ആണോ കൊടുക്കുന്നത് അതിൽ കഴിയുന്ന അത്ര ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം എന്നാണ് സാർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അത് തന്നെ ഉദ്ദേശിച്ചത്. ഏത് CO ആണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞതല്ല, അത് RTE പറയുന്നു. അങ്ങനെ അതും അന്വേഷണാത്മകമായി അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നു. പലപ്പോഴും പലരും പറയുന്നത് പോലെ തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറുന്ന സ്ഥിതിയുണ്ട്. ഇത് ടീച്ചറുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. നമ്മൾ ഹെഡ് മാസ്റ്റർമാരെന്ന നിലയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ മൂല്യനിർണയ രീതികൾ ഇപ്പോഴും മാറാത്തടത്തോളം നമ്മൾ ആക്ടിവിറ്റീനെ വിട്ടുകൊണ്ട് പരമ്പരാഗത രീതിയിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ടെർമിനൽ ഇവാലുവേഷനിലുള്ള
ചോദ്യ രീതികളൊക്കെ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മൾ ഒരു സൈഡ് ലൈൻ ചെയ്യുകയും പക്ഷെ സാറേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള രീതിയൊക്കെ ഇംഗ്ലീഷിന്റെ ഹിന്ദിയുടെ ഒക്കെ ഒരുപാട് മാറിയില്ലേ സാറേ? നമ്മൾ പോയം ബൈഹാർട്ട് ചെയ്യുമായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമായിരുന്നു. പക്ഷെ പുതിയ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ കാണാം. അത് ആ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് അതിന് സാധിക്കാത്തത് മെയിൻ ആയിട്ട് നമുക്ക് 5 ദിവസം ക്ലാസ് തന്നിരിക്കുന്നത്, വർക്കിംഗ് ഡേ തന്നിരിക്കുന്നതും 1 ദിവസം നമുക്ക് റെസ്റ്റ് തന്നിരിക്കുന്നതും വീട്ടിലെ ജോലി ചെയ്യാനല്ല. മറ്റു ഓഫീസുകളെല്ലാം 5 days അല്ല 6 days ആണ്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. നമ്മുടെ ടീച്ചേഴ്സ് പ്രിപ്പയർ ആവാൻ തയ്യാറാകാത്തതാണ് ഈ ആക്ടിവിറ്റി ബേസ്ഡ് അല്ലാണ്ട് ക്ലാസ് എടുക്കുന്നതിന്റെ മെയിൻ കാരണം. അവർ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് നെയിം സേക്കിന് വേണ്ടിയിട്ട് ചെയ്യുവാണ്. പല അധ്യാപകർ എന്റെ സ്കൂളിലുണ്ട് സാറേ, DO വന്ന് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഈ സെപ്റ്റംബറിലായിട്ടും എനിക്ക് ലെസൺ പ്ലാൻ വെക്കാത്ത അധ്യാപകർ എന്റെ സ്കൂളിലുണ്ട്. അപ്പൊ അവര് ശരിക്കും ലെസൺ പ്ലാനിൽ ഈ പറയുന്ന പോലെ ഒരു രീതിയിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു CO എടുത്തിട്ട് ആ കുട്ടി അത് വായിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ആ രീതിയിൽ ഏകദേശം കടന്നു പോകാൻ പറ്റുന്ന വിധത്തിലാണ് ഹാൻഡ് ബുക്കുകൾ നോക്കിയാൽ അറിയാം നമ്മുടെ കരിക്കുലങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് അതിനുവേണ്ടി സമയം കണ്ടെത്താത്തതാണ് മെയിൻ കാരണം. ശരി സാർ. ഒരു കൂട്ടിച്ചേർക്കല് വേണം സാർ. അതായത് ഇപ്പൊ ബീന ടീച്ചർ പറഞ്ഞത് തന്നെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ TMന്റെ പ്രിപ്പറേഷൻ മാത്രം പോരാ. നമ്മൾ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ആയിട്ട് പോകുമ്പോൾ അതിന്റെ മെറ്റീരിയൽസ് നേരത്തെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേ സാധനം വെച്ചിട്ട് ഒരുപാട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വർക്ക്ഷീറ്റുകൾ, അതേപോലെ തന്നെ ലാബ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധനങ്ങൾ എല്ലാം നേരത്തെ പ്രിപ്പയർഡ് ആയിട്ട് 1 മാസത്തേക്കെങ്കിലും ടീച്ചർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലെക്ചർ ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ടും വേഗത്തിലും നമുക്ക് പോർഷൻ തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇതിലൂടെ കടന്നതാണല്ലോ. അപ്പൊ മനോജ് സാർ പറഞ്ഞതും ടീച്ചർ പറഞ്ഞതും വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മുൻകൂട്ടി ധാരണയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ, കിട്ടിയ പരിശീലനങ്ങൾ ക്ലാസ് മുറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ടീച്ചറും അത് മോണിറ്റർ ചെയ്യേണ്ടത് നമുക്കും കൂടി ഉണ്ട്. അത് നടപ്പാക്കാനുള്ള ചുമതലയാണ് നമുക്കുള്ളത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനം ഇത് സംബന്ധിച്ചൊരു ചെറിയൊരു അഭിപ്രായം കൂടി പറഞ്ഞോട്ടെ. അതായത് നമ്മൾ നേരത്തെ ഈ ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂം ABC എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ക്ലാസ് റൂമുകൾ വളരെ ഭംഗിയായി എന്നൊന്നും പറഞ്ഞുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ എല്ലാ മാസത്തിലും ക്ലസ്റ്റർ ട്രെയിനിങ്ങുകളും ക്ലസ്റ്റർ പരിശീലനത്തിൽ വെച്ചിട്ട് 1 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷനുകളും 1 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ആ അധ്യാപക കൂട്ടം തന്നെ തയ്യാറാക്കി എടുക്കുന്ന നിരവധി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുകയും അതിന്റെ റിവ്യൂ ഒക്കെ റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള ഒരു സമീപനവും അങ്ങനെ വിലയിരുത്തുന്ന ഒരു രീതിയും, അവധിക്കാലത്ത് 5 ദിവസത്തെ ഒരു പരിശീലനം കഴിഞ്ഞാൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഒരു പ്രതിമാസമോ അല്ലെങ്കിൽ ഒരു ടേമിൽ ഒരിക്കലോ കൂടിച്ചേരുന്ന തരത്തിലുള്ള ഒരു റിഫ്രഷ്മെന്റ് കൂടിയിരിപ്പുകളോ ഒന്നും ഈ അടുത്ത കാലത്തായിട്ട് നടക്കാറില്ല. പിന്നെ ഒരു കാര്യം കൂടി, നേരത്തെ ഒരു 2000 ഒക്കെ ഈ കുട്ടിക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെന്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ യൂണിറ്റ് ടെസ്റ്റുകളുടെ സ്കോറിന്റെ ആവറേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി നിർബന്ധമായിട്ട് അത് ചെയ്തിരിക്കുകയും അതിനെ സൂക്ഷ്മമായിട്ട് മറ്റു പല ഏജൻസികളും പരിശോധിക്കുകയും ഡയറ്റ് ഫാക്കൽറ്റീസും ഒക്കെ വന്ന് നോക്കുകയും ഇതൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ ചെയ്യുന്ന കുറച്ചും കൂടി ഗൗരവപരമായിട്ടുള്ള ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വെള്ളം ചേർത്ത് ഈ തരത്തിലുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, നിർബന്ധമായിട്ടും അങ്ങനെ ഇടപെടേണ്ടതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശം അധ്യാപക സമൂഹത്തിന്റെ അടുത്തുനിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ട് എന്നാണ് എന്റെ സ്കൂളിലെ ഒട്ടുമിക്ക ടീച്ചേഴ്സിന്റെയും ക്ലാസ്സിൽ ബാക്കിലിരുന്ന് ക്ലാസ്സിന്റെ പിന്നിലിരുന്ന് ഈ ടീച്ചേഴ്സിന്റെ ക്ലാസ് നോട്ട് ചെയ്യുകയും എന്റെ ഡയറിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുകയും അവരുമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്റെ ഒരു ഒബ്സർവേഷൻ,
ഓക്കെ. ഇത് ഞാൻ ഇത്രയും ഇത് വളരെ വസ്തുതാപരമായിട്ടാണ് സാറ് ഇപ്പോ സംസാരിച്ചത്. ഞാൻ പാലക്കാട് ഡയറ്റിന്റെ പ്രിൻസിപ്പലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷമാണ് റിട്ടയർ ചെയ്തത്. അപ്പോ ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ വർഷം അധ്യാപക അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നേരിട്ട് കാണാൻ വേണ്ടി ഞാനും ഡിഒയും കൂടി പോയിരുന്നു ഈ വർഷം. അപ്പോ അന്ന് അത് ക്ലാസ്സിൽ ചെന്നപ്പോ മുൻകൂട്ടി പറഞ്ഞാണ് ആ ക്ലാസ്സിലേക്ക് ചെന്നത്, മുൻകൂട്ടി അറിയിച്ചാണ് ആ ക്ലാസ്സിൽ ചെന്നത്. പക്ഷെ ആ ടീച്ചർ അവിടെ ചെയ്തിരുന്നത്, അവിടെ ഒരു ക്ലാസിന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ക്ലാസിന്റെ വീഡിയോ അതേപോലെ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോ ടീച്ചർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെ ഹിന്ദിയാണ്, ആ ഹിന്ദിയിലെ വാക്കുകൾ ഇങ്ങനെ അതങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്, അർത്ഥം മാർക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ആ ക്ലാസ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ തുറന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഡിയോനോട് പറഞ്ഞു, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലോ, ഇതിങ്ങനെ വീഡിയോ കാണിക്കുകയാണ്, അപ്പോൾ യഥാർത്ഥ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുക എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മോണിറ്ററിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഒരു ക്ലാസ് ഇങ്ങനെ വീഡിയോയിലിട്ട് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനമാണ് ചിലരെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ സ്വീകരിക്കുന്നത്. അതിന് കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുമുണ്ട്. പണ്ട് വളരെ കൃത്യമായി നടന്നിരുന്ന ക്ലസ്റ്റർ പരിശീലനങ്ങളും അവർക്കുള്ള പിന്തുണയും ഒക്കെ ഇല്ലാത്തത് മൂലം അധ്യാപകരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും അധ്യാപകരുടെ ആത്മവിശ്വാസം. ഹലോ സാർ, ഞാൻ ഇടപെട്ടോട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പോ ആ അധ്യാപകരുടെ ഈ എന്താ പറയാ കൃത്രിമമായിട്ടുള്ള എന്താ പറയാ പഠന രീതി അത് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം അധ്യാപകർ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറം ഹെഡ് മാസ്റ്റർ കൂടി അതിന് ഉത്തരവാദിത്വമുണ്ട്. എന്റെ സ്കൂളിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് എന്ന് നടപ്പാക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഹെഡ് മാസ്റ്റർക്ക് കൂടിയുണ്ട്. അതായത് അധ്യാപകരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഉത്തരവാദി ഹെഡ് മാസ്റ്റർ കൂടിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരാൾ കൂടി പറയാം, അത് കഴിഞ്ഞ് നമുക്ക് സമയമില്ല. അപ്പോ ക്ലാസുകൾ ഫലപ്രദമായി കൈകാര്യം ഒരാൾ പറയും. മുസ്തഫ സാർ മാത്രം. പുതിയ മാറിയ കാലത്ത് ITCന്റെ ഉപയോഗം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന ധാരണയിൽ പലപ്പോഴും ഈ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ക്ലാസ് മോണിറ്ററിംഗ് സമയത്ത് സാറ് പറഞ്ഞതുപോലെ പല പുതു ടീച്ചേഴ്സും ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പ്രോജക്റ്റും മറ്റു കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസ് നന്നായി എല്ലാം പ്രവർത്തനക്ഷമമായി അല്ലെങ്കിൽ പ്രവർത്തനം നൽകിക്കൊണ്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്നുള്ള ധാരണ വരുത്തുന്ന ഒരു പുതിയ പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്. അപ്പോ നമ്മുടെ ആശയം, അതായത് കൃത്യമായി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും ടീച്ചേഴ്സ് ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നതിന് അത് ഉറപ്പുവരുത്താനുള്ള ഒരു ചുമതല നമുക്കുണ്ട്. നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. അതിന് കാരണം എന്താണ്? സാർ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ സാർ. സാർ, നമ്മൾ ഈ 100% നേടുക എന്നുള്ള ഒരു തത്രപ്പാടിലേക്ക് അധ്യാപകർ എത്തിപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല A+കളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ വരുമ്പോൾ നിരന്തരമായിട്ട് വെറുതെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് എത്തുക എന്നത് മാത്രമാവും പലപ്പോഴും ഈ സ്കൂളിലെ പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങുകയാണ്. മറിച്ച് കുറെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമയം നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പുതുതായിട്ട് വന്ന സ്കൂളില് അത് പല നിർദ്ദേശങ്ങളും വയ്ക്കുമ്പോൾ ടീച്ചർ എത്രമാത്രം സമയമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ പോർഷൻസ് ഇരുന്നില്ല. നമുക്ക് നവംബറിൽ ടോപ്പിക്സ് തീരണം ടീച്ചർ. തീർന്നാലേ നമുക്ക് 3 മാസം നമുക്ക് കോച്ചിങ് കൊടുത്താലേ 100% എത്താൻ പറ്റുള്ളൂ. കാരണം ഇത്രയും കാലം നമ്മൾ 2-3 വർഷം 100% നേടിയതല്ലേ, ഇനി ഇത് ചുരുങ്ങാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ആന്തലുകളുമായിട്ടാണ് നമ്മുടെ അധ്യാപക സമൂഹവും കൂടി മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും അത് ആ ഒരു പ്രഷർ അവരാണ്. നമ്മൾ ഒരു ജില്ലാ പഞ്ചായത്തോ മറ്റ് മേഖലകളൊക്കെ നമ്മളെ ഒരു ഇതിന് വിളിക്കുമ്പോഴും അവരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന സംവിധാനങ്ങൾ എന്താണ്? ഈ ഒരു ചർച്ചയല്ല വരുന്നത്. എങ്ങനെയും 100% നേടണം. എല്ലാവരും അക്ഷരം അറിയാത്തവനെ പോലും പഠിപ്പിച്ചെടുത്ത് അവൻ പാസ്സാക്കണം എന്നുള്ള ഒരു സിസ്റ്റം. അത് മാത്രമല്ല, ഒരു നേരത്തെ പറഞ്ഞ പോലെ റിഫ്രഷ്മെന്റ് ഒന്നും അധ്യാപകർക്ക് കിട്ടുന്നില്ല. ഇടയ്ക്കുള്ള ഇങ്ങനെയുള്ള എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് അവരവരെ ബോധ്യപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ക്ലാസ്സുകൾ പോലും അധ്യാപകർക്ക് കിട്ടുന്നില്ല.
അതൊരു വിഷയം തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പറയുമ്പോഴും അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് എന്താണ്? ഈ രൂപത്തിലേക്കാണ്. കാരണം നവംബറിൽ ടോപ്പിക്സ് തീർക്കുക ആണല്ലോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ. സർ ശരിയാണ്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും സർ, ഒറ്റ കാര്യം. ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സുകളിൽ ഫലപ്രദമായി നടക്കണമെങ്കിൽ നമ്മുടെ CE വർക്കിനോട് ചേർന്ന് അത് ഇവാലുവേറ്റ് ചെയ്യാനും ഈ പ്രാക്ടിക്കൽ പോലുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് നമുക്ക് അതിനൊരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൂളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 20 മാർക്ക് നമ്മൾ വെറുതെ കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 മാർക്ക് വെറുതെ കൊടുക്കുന്ന ഒരു സാഹചര്യം മാറി അതിന്റെ കൃത്യമായ ഒരു വിലയിരുത്തൽ നമ്മൾ ഓരോ ടേമിലും അല്ലെങ്കിൽ നടത്തുകയാണെങ്കിൽ ഈ ആക്ടിവിറ്റി ഓറിയന്റഡ് എല്ലാ ക്ലാസ്സിലും വളരെ ഫലപ്രദമായി നടത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞത് നിരന്തരം ഇല്ലാത്തതല്ല പ്രശ്നം, ആരും കാര്യക്ഷമമായിട്ട് ചെയ്യാത്തതാണ് പ്രശ്നം. അല്ല സാറേ, അതിന്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓൾറെഡി ഉണ്ട്, സംവിധാനം വേണം. ഓക്കെ സാർ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഈ പറഞ്ഞ ഞാൻ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ നിരന്തര മൂല്യനിർണ്ണയ രീതി പുനഃസ്ഥാപിക്കപ്പെടണം, അധ്യാപകർക്ക് കൂടുതൽ പരിശീലനം കിട്ടണം. എങ്കിൽ പോലും സ്കൂളുകൾ കോച്ചിങ് സെന്ററുകളായി മാറുന്ന രീതി മാറേണ്ടതുണ്ട്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ടെൻഷൻ മൂലം ഒരു വഴിപാടായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, കോച്ചിങ് ആണ് മൊത്തമായിട്ട് നടക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ വേണമെങ്കിൽ അതിന് കാരണം നമ്മളുടെ കുട്ടി 21ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ലോകത്ത് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ 21ാം നൂറ്റാണ്ടിലെ ഒരു കുട്ടിക്ക് ഉണ്ടാകേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ അത് വളരെ പെട്ടെന്ന് പറഞ്ഞു. ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ്? നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിയെയാണ് ഇപ്പോഴും ആർക്കാവശ്യം? പുതിയ കാലത്തെ കമ്പനികൾക്കും തൊഴിൽദായകർക്കും ഒക്കെ ആവശ്യം. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, അവനവന്റെ ഭാഗം ന്യായീകരിക്കുക, പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ പ്രതിരോധിക്കുക തുടങ്ങിയ ആശയവിനിമയ ശേഷിയാണ് എല്ലാ കാര്യത്തിനും അളക്കുന്നത്. ഇത് കിട്ടുന്നത് പാഠം വായിച്ചു കൊടുത്തുകൊണ്ടോന്നോ ചോദ്യങ്ങൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ടോന്നോ ഉത്തരം ബൈഹാർട്ട് ചെയ്തുകൊണ്ടോ കുട്ടി നേടേണ്ടതല്ല. മറിച്ച് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ നൂറ്റാണ്ടിലെ കുട്ടികളെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കണമെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിന് നമുക്ക് 4 C's ആണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു C ആണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. കുട്ടികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അതായത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. ഓപ്പൺ ആയിട്ട് കാര്യങ്ങളെ കാണാൻ, ഓപ്പൺ മൈൻഡ്നെസ് കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ടാവണം. ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്തമായി നോക്കി കാണാനുള്ള കഴിവുണ്ടാവണം. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള പോയിന്റുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയുള്ള കൃത്യതയുള്ള ഒരു കുട്ടികളെയാണ് ഭാവി തലമുറയ്ക്ക് ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അത് ചോദ്യോത്തരം ബൈഹാർട്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്നും ഉണ്ടാവില്ല. അത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം കുട്ടികൾക്ക്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവാണ്. ഒരേ പാതയിൽ കൂടെ അല്ലാതെ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവാണ്. അതുണ്ടാകുന്നത് ക്ലാസ് റൂം പ്രവർത്തനത്തിൽ കൂടെയോ സ്കൂൾ പ്രവർത്തനത്തിൽ കൂടെയാണ്, അല്ലാതെ അത് പാഠം വായിച്ചു കൊടുത്തതിൽ കൂടെയല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ കൊളാബറേഷനാണ്. നമ്മുടെ കുട്ടികൾ കൊളാബറേറ്റീവായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. കൂട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പല കണ്ടുപിടുത്തങ്ങൾ പോലും ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. ഇവിടെ സ്കൂളിലത്തെ കാര്യമല്ല, പുറമെ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഗ്രൂപ്പ് വർക്കിംഗ് സ്കില്ലാണ് കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ 4 കഴിവ്, കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് കൊളാബറേഷൻ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കൊളാബറേഷൻ ഉള്ള കുട്ടിയാണ് ഉണ്ടാകേണ്ടതെങ്കിൽ നമ്മളുടെ ക്ലാസ്സിൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് നോക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അപ്പൊ ആ ടീച്ചറുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും നമ്മൾ മുന്നിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ പറയുന്നത് അടുത്തതിലേക്ക് കിടക്കാം. ഇതാണ് 21ാം നൂറ്റാണ്ടിൽ പഠിതാവിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ. ക്രിട്ടിക്കൽ തിങ്കിങ്,
അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ. ഈ കഴിവുകൾ ഉണ്ടാവണമെങ്കിൽ ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ പ്രവർത്തനം നടത്തുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായ ടീച്ചേഴ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് പ്രതികരിക്കാം. സാറേ ഞാൻ പറയാം. പറയൂ. ഈ ഒരു സ്കില്ലുകൾ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ആ സ്കില്ലുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ടീച്ചേഴ്സ് ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മേഖലയിലെല്ലാം ക്രിയേറ്റിവിറ്റി എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് കുട്ടികളുടെ സാധ്യതകൾ വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയുള്ള ഒരു ടീച്ചർക്കേ കഴിയും. ദൗർഭാഗ്യവശാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലെല്ലാം ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും നമ്മുടെ ടീച്ചേഴ്സിന് എത്രമാത്രം അതിനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സാറേ, ഈ കുട്ടികള് നമുക്കിപ്പോ ഹൈസ്കൂളിലെ എച്ച് ആണെങ്കിൽ 8ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് അക്ഷരം പോലും അറിയാത്ത കുട്ടികളാണ് സാറേ വരുന്നത്. മെജോറിറ്റി ഒരു 50% കുട്ടികൾ പോലും നന്നായിട്ട് മലയാളം എഴുതാൻ പറ്റുന്നില്ലേ അവർക്ക്. അപ്പൊ അവിടെ അപ്പൊ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങനെ ആക്ടിവിറ്റി ആയാൽ മാത്രമേ ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളൊക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടും അവർക്ക് ചിന്തിക്കാനും പറ്റുള്ളൂ. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ അപ്പോഴേ അവിടെ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതെന്ന് ചർച്ച ചെയ്തിട്ട്. സാർ ഒറ്റ കാര്യം സാർ, ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എല്ലാ കാലത്തും താഴത്തെ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനെ മുകളിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തുമ്പോൾ ഹൈസ്കൂളുകാർ കുറ്റപ്പെടുത്തുന്നു. ഇതിപ്പോ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യം അധ്യാപകർക്ക് ചോദിക്കേണ്ട. 750 മണിക്കൂറോളം മലയാളം പഠിപ്പിച്ചിട്ട് നായും തായും മനസ്സിലാവുന്നില്ല കുട്ടിക്ക്. എന്തുകൊണ്ട്? ഒരു കുട്ടി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൃഥ്വിരാജാണോ അല്ലു അർജുനാണോ എന്നൊക്കെ കുട്ടി പറയുന്നു. പക്ഷെ ഈ ഒരു മലയാള അക്ഷരം നായും തായും എത്ര കാലമായി സാർ നമ്മൾ പഠിക്കുന്നത്? എന്നിട്ട് ശ്രദ്ധയിൽ കുട്ടികൾ കൂടുതലായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് നല്ല പ്രയാസമുണ്ട്. ഇത് ആരുടെ കുറ്റം? കുട്ടി മീറ്റിങ്ങിൽ കുട്ടീനെ കുറിച്ച് രക്ഷിതാവ് പറയും എന്റെ മോനെ ശ്രദ്ധിക്കണം. അതേപോലെ രക്ഷിതാവോട് ടീച്ചറും പറയുന്ന എന്റെ മോനെ ശ്രദ്ധിക്കും. ഇത് ആര് ശ്രദ്ധിക്കണം സാറേ? ഇത് ഭയങ്കരമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. 10ാം ക്ലാസ് എത്തുമ്പോൾ കുട്ടിക്ക് അക്ഷരമില്ല. ഇത് തമ്മിൽ കുറ്റം പറഞ്ഞ് നടന്നാല് ശരിയാവാത്ത ഒരു കാര്യമാണ് സാറേ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയട്ടെ ടീച്ചർ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇതിന് സൊല്യൂഷൻ വേണം സാറേ. സാറേ ഞാൻ കാര്യം പറയട്ടെ സാറേ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താഴത്തെ തട്ട് മുതൽ നമുക്കിപ്പം ഒരു 7ാം ക്ലാസ് വരെയും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ഒരു മണിക്കൂർ ട്രെയിനിങ് ഈ കുട്ടികൾ പോകുന്ന സമയം ഇപ്പൊ 4 മണിയാണെങ്കിൽ 4 തൊട്ട് 5 മണി വരെ ഒരു മലയാളമാണെങ്കിൽ ഒരു 3 മാസം നമ്മൾ അന്ന് പരിശ്രമിച്ചാൽ സാറേ, ഞാൻ അനുഭവസ്ഥ ആയതുകൊണ്ട് പറഞ്ഞതാണ്. സ്കൂളിൽ വന്നപ്പോൾ കുറച്ച് കുട്ടികൾക്ക് അക്ഷരം അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വന്നു. 4ാം ക്ലാസ്സിലെ 9 കുട്ടികൾക്ക് അക്ഷരം വലിയ ബുദ്ധിമുട്ട്, വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല, അച്ഛനമ്മ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ ദർശൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞുള്ള SRG ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അത് അധ്യാപകരെല്ലാവരും വളരെ സന്തോഷത്തോടാണ് അത് ഏറ്റെടുത്തത്. അത് ഭംഗിയായിട്ട് ചെയ്തതിന്റെ മാറ്റം സാറേ, ഫസ്റ്റ് ടൈം എക്സാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അധ്യാപകർ തന്നെ വിലയിരുത്തുകയും പറയുകയും ചെയ്തു. പക്ഷെ രക്ഷകർത്താക്കളുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവർക്ക് നേരത്തെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കുട്ടികളിൽ നല്ല മാറ്റം സാറേ. 4ാം ക്ലാസ്സിലൊക്കെ ആ കുട്ടികളാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ വളരെ താല്പര്യത്തോടെ എഴുതാനും ഒക്കെ ഒരു താല്പര്യം വന്നു. 1-2 പേർക്ക് അത്രയും എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും ഒരു 3/4% കുട്ടികൾക്കും ഈ അക്ഷരം പഠിപ്പിക്കുന്ന ആ ഒരു രീതി കൊച്ചു ക്ലാസ്സിലാണ് സാറേ അത് ഇത്രയും പ്രയോജനപ്പെട്ടത്. മുകളിലോട്ട് വരുമ്പോ അത്രയും വരുന്നില്ല. എങ്കിലും 7ാം ക്ലാസ് വരെ അത് ചെയ്യുന്നുണ്ട്. ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും സാർ. ഞങ്ങളുടെ സ്കൂളിൽ മണലിലെഴുത്തും കൂടെ ഉണ്ട്. മണലിലെഴുത്ത് ചെയ്യുന്നുണ്ട് ടീച്ചറെ. ഇത് നമ്മുടെ കുട്ടികൾ ഈ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഹൈസ്കൂളിന്റെ മാത്രം ചുമതലയൊന്നുമല്ല. ഇത് പ്രൈമറി ക്ലാസ്സിലും UP ക്ലാസ്സുകളിലും ഒക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആയി അവനവന്റെ ക്ലാസ്സിൽ നേടേണ്ട കാര്യങ്ങൾ അവനവന്റെ ക്ലാസ്സിൽ നേടിയെന്ന് ഉറപ്പാക്കാനുള്ള ചുമതല അതാത് ടീച്ചേഴ്സിനുണ്ട്. അപ്പൊ അത് മുഴുവൻ എല്ലാ മേഖലകളിലും ആ മാറ്റങ്ങൾ ഉണ്ടാവണം.
ഹൈസ്കൂളുകളിലും ആ മാറ്റം തുടരേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ്. അത് പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. ഇപ്പൊ ഒരാൾ ഇവിടെ അഭിപ്രായമായിട്ട് കണ്ടു, ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് പറയും ഹൈസ്കൂളിലെ കുഴപ്പമാണെന്ന്, ഹൈസ്കൂളിലെ അവർ പറയും UP സ്കൂളിലെ കുഴപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എങ്കിൽ പോലും ഓരോ ക്ലാസ്സിലും നേടേണ്ട കാര്യങ്ങൾ അതാത് ക്ലാസ്സുകളിൽ നേടിയെന്ന് ഉറപ്പാക്കാൻ ടീച്ചർക്കും ചുമതലയുണ്ട്, ഹെഡ്മാസ്റ്റർക്കും ചുമതലയുണ്ട്. അങ്ങനെയുള്ള ഹെഡാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ടീച്ചറെ കുറച്ചുകൂടി കാര്യങ്ങൾ അതാത് ക്ലാസ്സിൽ നേടേണ്ട ചേച്ചികൾ അതാത് ക്ലാസ്സിൽ നേടണം. ഇതിന് തടസ്സമായി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ ടീച്ചേഴ്സ് പ്രൊഫഷണലി ഇപ്പൊ കുറഞ്ഞ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനുള്ള ക്ലസ്റ്റർ പരിശീലനം പോലും ഇല്ലാതായി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ടീച്ചറുടെ കൈമുതൽ ടീച്ചർ ഇൻ ഐസൊലേഷൻ ആണ്. ഇപ്പോൾ ടീച്ചർ ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അവനവന്റെ ക്ലാസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് കരുതി ഇരിക്കുന്നവരാണ്. അവരിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ അവർക്കൊരു ഈഗോ ആണ്. എന്റെ ക്ലാസ്സിൽ മാറ്റം വരുത്താൻ മറ്റൊരാൾ പറയേണ്ട കാര്യം എന്താ, ഞാനാണ് ഇത് അറിയുന്ന ഒരാൾ എന്നുള്ള ഒരു ഈഗോ ഉണ്ട്. മാത്രമല്ല, അധ്യാപകരിൽ ഷെയറിങ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞു വരികയാണ്. എന്റെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കാനോ എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഒരു മിനിറ്റ് പറഞ്ഞു കഴിയട്ടെ. അപ്പോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് പലപ്പോഴും മടി കാണിക്കുന്നു. ഞാനൊരു 3 കൊല്ലം മുമ്പ് പഠിപ്പിച്ച അതേ കാര്യം അതേപോലെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു വിഷമവും, അതിങ്ങനെ തുറന്നു പോവാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുന്നിൽ ഒരു പുതിയ കാര്യം പറയാൻ അവർക്കില്ല. 3 കൊല്ലം മുമ്പ് എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് പുതിയ കുട്ടികളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് നമ്മുടെ അധ്യാപകർക്കില്ല. ഇപ്പൊ നിങ്ങൾ ഹെഡ്മാസ്റ്റർമാര് മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറുകയാണെങ്കിൽ പോലും അധ്യാപകർ അതിന് സന്നദ്ധരല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. ഈ മുതലിനെയാണ് നമുക്ക് നേരെയാക്കേണ്ടത്. അപ്പോൾ മാറ്റത്തിന് തയ്യാറില്ലാത്ത, ഐസൊലേഷനിൽ പ്രവർത്തിക്കുന്ന, അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവാത്ത, ചേഞ്ച് ഇല്ലാത്ത ഒരു വിഭാഗത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെ കഴിയും, അവരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കഴിവുണ്ടെങ്കിൽ മാത്രമേ അറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ പുതിയ തലമുറയിലെ അധ്യാപകർ പലപ്പോഴും താല്പര്യമില്ല. അത് വാസ്തവമാണ്. അപ്പൊ ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവരെ വളർത്തി കൊണ്ടുവരണം. കാരണം ഇവരെ നമുക്ക് ഹോൾസ് ആക്കണം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഡെഡ് വുഡ്സിനെ, അതല്ലെങ്കിൽ ഈ എന്താ പറയാ സ്ലീപ്പിംഗ് എലിഫൻസിനെ നമുക്ക് എങ്ങനെ ഹോൾസ് ആക്കാം, എങ്ങനെ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അവരുടെ ഈഗോ ഒക്കെ മാറ്റിക്കൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അപ്പോ ആദ്യം ഏത് മേഖലകളിലാണ് അവർ പുറകിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് അവർ പുറകിൽ? അവരുടെ പ്രൊഫഷണൽ വികസന ആവശ്യങ്ങൾ എന്താണ്? അവർക്ക് IT അറിയാത്തതാണോ പ്രശ്നം? അവർക്ക് പുതിയ പാഠഭാഗങ്ങളെ കുറിച്ച് അറിയാത്തതാണോ? മെത്തഡോളജി അറിയാത്തതാണോ? കുട്ടികളെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്തതാണോ? അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഹെഡ്മാസ്റ്റർമാർ എന്നൊക്കെ കഴിയണം. അതിനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കണം. അവർക്ക് ഏത് മേഖലയിലാണോ പിന്നോക്കാവസ്ഥ അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കണം. മാത്രമല്ല, അവരുടെ സ്വയം വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അങ്ങനെ അധ്യാപകരെയും കൂടി മാറ്റത്തിന്റെ വക്താക്കളാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ചെയ്യാം? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അവരുടെ പ്രൊഫഷണൽ വികസന ആവശ്യങ്ങൾ എങ്ങനെ നമുക്ക് നേടാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? നിങ്ങൾ അവരുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെയാണ് മോണിറ്ററിങ് ശക്തമായി നടത്തേണ്ടതുണ്ട്. ക്ലാസ് റൂം മോണിറ്ററിങ് കൃത്യമായി നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് അവരുടെ പ്രൊഫഷണൽ വികസന ആവശ്യങ്ങൾ, ഏത് മേഖലയിലാണ് അവർ പുറകില്, എന്താണ് അവർക്ക് കഴിവില്ലാത്തത്, എന്താണ് അവരുടെ ശക്തി, അതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തിരിച്ചറിയുന്നു. അത് നമ്മൾ കണ്ടെത്തണം. അത് ഈ ക്ലാസ് റൂം ഒബ്സർവേഷനിൽ കൂടെ മാത്രമല്ല, പിന്നെന്താണ്, അവരുടെ പരിശീലന ആവശ്യങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങുകളുണ്ട്, സബ്ജക്ട് കമ്മിറ്റി മീറ്റിങ്ങുകളുണ്ട്. ഈ മീറ്റിങ്ങുകളിലൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഏത് മേഖലയിലാണ് പുറകിൽ അത് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം, പിന്തുണ, സഹായം എന്നിവ നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരാൾക്ക് പറയാം. സാറേ, എൻ്റെ അടുത്തൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ അപ്ഡേഷന് തയ്യാറാകാത്ത അധ്യാപകരെ
ഹെഡ് മാസ്റ്റർ എന്ന നിലക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ അവർ ആ വ്യക്തിപരമായ രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. അതിന് പകരം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ക്ലിയർ അപ്ഡേഷൻ, അതായത് കമ്പൽസറി ആയിട്ട് അപ്ഡേഷൻ വേണം എന്നുള്ള ബോധം വരുത്താനും അതിനുള്ള നിർദ്ദേശവും കൊടുത്താൽ വളരെ നന്നായിരിക്കും. കാരണം എല്ലാ സ്കൂളുകളിലും ഓരോ അച്ചീവ്മെന്റ് ഈ അപ്ഡേഷന് വേണ്ടി ഹെഡ് മാസ്റ്റർ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് സാറേ. അത് ഒന്ന് പരിഗണിച്ചാൽ നന്നാവും. ഓക്കെ സാറേ പറയൂ. ചെറുവത്തൂര് പിന്നെ ഒരു സ്കൂളിൽ തന്നെ ഒരുപാട് വർഷം ഇരുന്നിട്ട് അതിന്റെ ഒരു സീനിയോറിറ്റി തനിക്കാണെന്ന് വിചാരിക്കുന്ന കുറെ അധ്യാപകരുണ്ട്. അത് വളരെ ഒരുപാട് വർഷം ഇരുന്നിട്ട് നന്നായി ചെയ്യുന്ന അധ്യാപകരുണ്ട്. ആ സ്കൂളിന് വേണ്ടി മരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ചില ടീച്ചേഴ്സ് അത് അവരുടെ സാമ്രാജ്യമായിട്ട് കണക്കാക്കുകയും പിന്നെ ബാക്കിയുള്ളവരൊന്നും വരുന്ന അച്ഛന്മാരെ പോലും നമ്മളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് നേരെയാക്കാൻ ശ്രമിച്ചാല് അവര് മറ്റു പ്രവർത്തനങ്ങളെല്ലാം വിട്ടുനിന്ന് അങ്ങനെ ഒരു പ്രയാസം ഉണ്ട്. അപ്പൊ ഈ ഒരു 5 വർഷമേ ഒരു സ്കൂളിലേക്ക് നിൽക്കാവെന്ന് പറയുന്ന ആ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ ഈ 10-20 വർഷമായിട്ടുള്ള കുറെ അധ്യാപകരുണ്ട്. അവരൊന്ന് മാറിക്കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും നമ്മൾ പുതിയൊരു കര ഏറ്റെടുക്കുമ്പോൾ പുതിയ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. സിംഗിൾ മാനേജ്മെന്റിൽ അത് രക്ഷയില്ലല്ലോ ടീച്ചറെ. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ടീച്ചേഴ്സിന്റെ മക്കളെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുവാണെങ്കിൽ ഒരു അധ്യാപകരും മോശമായ രീതിയിൽ പഠിപ്പിക്കുകയില്ല. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ, നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് അക്ഷരമാല പോയിട്ട് പിന്നെ അക്ഷരമില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം സാർ? ഇപ്പൊ പഠിപ്പിക്കാൻ വരുന്ന പുതിയ ടീച്ചേഴ്സ് DPEPയുടെ പ്രോഡക്റ്റാ. അവർക്ക് പലപ്പോഴും അവർക്ക് തന്നെ അക്ഷരം അറിയത്തില്ല. അവരെഴുതുന്ന തന്നെ ബോർഡിൽ എഴുതിയ അക്ഷരത്തിട്ടോടെ എഴുതുള്ളൂ. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ആദ്യം അക്ഷരമാല തിരിച്ചു കൊണ്ടുപോവാ, എന്നിട്ടല്ലേ നമുക്ക് അവരോട് പഠിപ്പിക്കാൻ പറയാൻ പറ്റുള്ളൂ. അക്ഷരം പഠിക്കുമെന്ന് പറയാൻ പറ്റും. അഭിപ്രായം പറയട്ടെ. അതെ, അരികൂട. സാർ, ഇത് നമ്മള് ഇതിന് വേണ്ടത് നമ്മൾ SRG കൂടുന്നുണ്ട്, അതുപോലെ തന്നെ സബ്ജക്ട് കൗൺസിലൊക്കെ കൂടുന്നുണ്ട്. അത് പേരിന് മാത്രം കൂടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് മാറണം. അത് മാറണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നിർദ്ദേശം നമ്മൾ സാധാരണ പറയാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ സബ്ജക്ട് കൗൺസിൽ വേണം, SRG വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് നമ്മളൊരു കൃത്യമായ സമയം നിശ്ചയിക്കുകയാണെങ്കിൽ, ഇപ്പൊ അതിന് സമയം നമ്മൾ ഒരു അരമണിക്കൂർ പേരിന് അല്ലെങ്കിൽ 1 മണിക്കൂറിന് പേരിന് കൂടിയിട്ട് കാര്യമില്ല. കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടുത്താതെ കൂടണം. ഇങ്ങനെയൊക്കെയാണ് നിർദ്ദേശങ്ങൾ വരുന്നത്. പക്ഷെ അതിന് പകരം കൃത്യമായ ഒരു ടൈം അതിന് അലോട്ട് ചെയ്യണം. എന്നിട്ട് ശരിക്കും HM-മാർക്കും മറ്റുള്ള ആളുകൾക്ക് ഇടപെടാനും അത് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കാനും, ഈ സബ്ജക്ട് കൗൺസിലൊക്കെ ശരിക്കും ഇടപെട്ടാൽ ആക്ടിവിറ്റീസ് പ്രിപ്പറേഷൻ ഒക്കെ നടക്കണം. അപ്പൊ മാത്രമേ ഇതിന് മാറ്റം വരുള്ളൂ സാർ. അതാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം അവരെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ സ്കൂളിലെ പ്ലാനിങ്, അക്കാദമികമായിട്ടുള്ള ആസൂത്രണം എന്നിവയ്ക്ക് ഒരു വേദി ഉണ്ടാക്കണം. അത് ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ ആ വേദി ഉണ്ടാക്കുന്നതിൽ SRG റെഗുലർ ആയിട്ട് കൂടുകയും അവരുടെ അക്കാദമികമായ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണ ഉണ്ടാക്കുകയും വേണം. അപ്പൊ അതിന് നല്ലൊരു നിർദ്ദേശമാണ് സാറ് പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇടപെടാൻ പറ്റുമോ? പറഞ്ഞോളൂ സിദ്ദിഖ് സാർ. ഇതില് ഒരു വിഷമം ഉണ്ടാവാൻ വേണ്ടി പറയുന്നതല്ല, നമ്മളൊരു അനുഭവം പറയാണ് സാർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ UP ക്ലാസ്സുകളില് ഇപ്പൊ നമ്മൾ നേരിടുന്ന, ഞാനിപ്പോ 8ാം ക്ലാസ്സിലാണ് എനിക്ക് അഡ്മിഷൻ വരുന്നത്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ്. അപ്പൊ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പാദവാർഷിക പരീക്ഷ കഴിയുമ്പോഴേക്ക് തന്നെ ഒരുപാട് പരാതികൾ വരും. രക്ഷിതാക്കൾ എത്തുന്നത് നല്ലൊരു ശതമാനം കുട്ടികൾക്കും അക്ഷരം ഒന്ന് എഴുതാനോ വായിക്കാനോ അറിയാത്തൊരു സാഹചര്യമുണ്ട്. 8 അക്ഷരം പഠിപ്പിച്ചിട്ടാണ് 10ലെ പൊതുപരീക്ഷയ്ക്ക് വരെ സജ്ജരാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊതു പരീക്ഷ, അത് പ്രൊമോഷനെ ബാധിക്കുന്നതാവണം എന്ന് പറയുന്നില്ല, പ്രൊമോഷൻ ഓൾ പ്രൊമോഷൻ തന്നെയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ക്രീനിങ് ഈ 4ാം തരത്തിലോ അതല്ലെങ്കിൽ 7ാം തരത്തിലോ ഒക്കെ ഉൾപ്പെടുത്തിയാൽ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം പറയുകയാണ് സാർ. അത് ആരെയും ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല,
സ്വാഭാവികമായും UP ക്ലാസ്സുകളിൽ കുട്ടികൾ നേടേണ്ട നൈപുണികളും ശേഷികളും അവിടെ തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താൻ അതൊരു സഹായകമാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് 200 പ്രവൃത്തി ദിവസം പറയും, ഒരിക്കലും കിട്ടൂല, 150 പരമാവധി പോയാൽ കിട്ടുക. അതിൽ തന്നെ 30 ദിവസം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി പോകും. 10 ദിവസം പാദവാർഷികം, 10 ദിവസം അർദ്ധവാർഷികം, 10 വർഷം വാർഷികം. പിന്നെ അധ്യാപകരുടെ കാഷ്വൽ ലീവും അല്ലാതെ അവർക്ക് ഡ്യൂട്ടി വരും. ഇപ്പൊ പിന്നെ ഉപജില്ലാ മേളകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഓടിയായിട്ട് പോകുന്ന ഒരു 10 ദിവസം തന്നെ, ഒരു 140 ദിവസമോ 130 ദിവസമാണ് ഒരു ടീച്ചർക്ക് കിട്ടുന്നത്. സാമൂഹ്യ പാഠം 10ാം തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു മാഷ് ഈ 130 ദിവസം കൊണ്ട് 24 ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയണം. സ്വാഭാവികമായും അയാൾ ക്ലാസ് റൂമിൽ പോയിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് സർ. ഇങ്ങനെയുള്ള കുറച്ച് സാങ്കേതികമായ 9ാം ക്ലാസ്സിൽ ഇതിന്റെ ബേർഡൻ കുറച്ചുകൂടി ഇരട്ടിയാണ്, പാഠഭാഗങ്ങൾ വളരെ കൂടുതലാണ് 9ൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം സർ. ഓക്കെ. അതില് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നേടേണ്ട കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നേടണം. അത് നേടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പറയുന്നത് 3ാം ക്ലാസ് ആകുമ്പോഴേക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള ലിറ്ററസി ന്യൂമറസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ്. അപ്പൊ അത് നടക്കും നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിയട്ടെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രൊഫഷണൽ വികസനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൽ ഒന്ന് ക്ലാസ് നിരീക്ഷണമാണ്. നിർബന്ധമായും ക്ലാസ് നിരീക്ഷിക്കുകയും പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. ഈ അധ്യാപകർക്ക് എന്തൊക്കെ പരിശീലനങ്ങളോ വർക്ക്ഷോപ്പുകളോ വിദഗ്ധ ക്ലാസ്സുകളോ നമ്മുടെ സ്കൂൾ തലത്തിൽ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ അത് മുഴുവൻ നമ്മൾ സ്കൂൾ തലത്തിൽ നടപ്പാക്കണം. അവർക്ക് പിന്നെ കഴിവ് കുറഞ്ഞ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നുള്ള ക്ലാസ്സുകൾ സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ സബ് ജില്ലാ തലത്തിലോ സബ്ജക്ട് കൗൺസിലുകളുടെ തലത്തിലോ ഒക്കെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനുള്ള പരമാവധി അവസരങ്ങൾ ഉണ്ടാവണം. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതേപോലെ സെമിനാറുകൾ പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസ സെമിനാറുകൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്കൂൾ സമയം നഷ്ടപ്പെടുത്തുവോ എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ അവസരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ വിടാൻ മടിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം അവർക്ക് സഹായകരാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നിങ്ങളുടെ സ്കൂളിലെ ഒരു പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം, നിങ്ങൾ ടീച്ചേഴ്സുമായിട്ടുള്ള കോർഡിനേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം, നിങ്ങളെല്ലാവരും കൂടി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ടൂർ പോവുക, ഒരു പഠന സന്ദർശനം. അത് തികച്ചും അത് അവർക്കൊക്കെ പ്രയോജനകരമാണ്. ഒന്ന്, നിങ്ങളുടെ ഒരു ഇന്റിമസി കൂടും. രണ്ട്, അതിൽ കൂടെയുള്ള കുറെ പഠനമുണ്ട്. ഒന്നിച്ചു നിന്ന് ഒരു ടീമിനെ ശക്തമാക്കാൻ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ വളരെ ഫലപ്രദമാണ്. അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് ആ സ്കൂളിന്റെ ഒരു ശക്തി. സ്റ്റാഫ് ടൂർ പോകുന്നുണ്ട്. സ്റ്റാഫ് ടൂർ ഒരു ആനന്ദിക്കാനുള്ള യാത്ര എന്നതിലപ്പുറം ഒരു പഠന നേട്ടം ഉറപ്പുവരുത്താൻ, ഒരു പുതിയ കാര്യം പഠിക്കാൻ, പുതിയ ആശയങ്ങൾ നേടാൻ ഒക്കെ സഹായിക്കുന്ന പഠന സന്ദർശനങ്ങളൊക്കെ പോകുന്നതൊക്കെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്, ഇതേപോലെ ജേണലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനായിട്ട് ജേണലുകൾ സൃഷ്ടികൾ അയക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അയക്കാനൊക്കെ ടീച്ചേഴ്സിനെ പ്രേരിപ്പിക്കണം. ഇവർ ഈ ചെറിയൊരു പൊട്ടക്കുളത്തിലെ തവളകളാവുന്നതിന് പകരം ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതെല്ലാം ഞാൻ അറിയേണ്ടത്, അപ്ഡേഷൻ എനിക്ക് ഉണ്ടാവേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എത്രയെത്ര പുതിയ കോഴ്സുകളാണ് ഇപ്പോൾ പല ഇപ്പൊ ശരിയായോ? കേൾക്കുന്നില്ല? ശരിയായി സർ. ശരിയായല്ലേ? ഓൺലൈൻ പ്രൊഫഷണൽ കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ പല വകുപ്പുകളും നടത്തുന്ന ഈ ഓൺലൈൻ പ്രൊഫഷണൽ കോഴ്സുകളിൽ ടീച്ചേഴ്സിനെ ചേരാനാണ് നിർബന്ധിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ചില പ്രൊഫഷണൽ ലേണിംഗ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ ടെക് മലപ്പുറം എന്ന് പറഞ്ഞ ഒരു സംവിധാനം എല്ലാ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവർക്ക് അറിയാം. അതായത് സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടിച്ചേരുന്നതിന് ആരും നിർബന്ധമില്ലാതെ ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു സാർ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതായത് ടെക് മലപ്പുറം, അതുപോലെ ലേണിംഗ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ
സംഘടനകൾ, അതായത് സംഘടനകൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കൂട്ടായ്മകളാണ്. അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന കുറെ മേള. അത് അധ്യാപകർക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസവും പുതിയ അറിവുകളൊക്കെ എത്രയാണെന്ന് അറിയോ. അങ്ങനെയുള്ള അതിലൊക്കെ ചേരാനാണ് നിർബന്ധിക്കേണ്ടത്. ഇതൊക്കെ മാറി നമ്മുടെ സ്കൂളിൽ മാത്രം ഒതുങ്ങിക്കൂടാനല്ല, ഇതേപോലെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് പങ്കാളിയാവാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയിലൊക്കെ കൂടുതൽ ധാരണകൾ അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആരാ പറയുന്നത്? സാർ ഞാൻ ഒന്ന് പറയട്ടെ സാറേ, നമ്മളെ അവസരങ്ങൾ കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ നമുക്ക് അധ്യാപകരെ നിരീക്ഷിച്ചാൽ ഒരു 50% അധ്യാപകർ, എല്ലാവരും അല്ല, അവർ പത്രം പോലും വായിക്കാതെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് യാതൊരു അന്വേഷണം പോലും നടത്താതെ എത്തുന്ന അധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ. പല കാര്യങ്ങളെ അതൊന്നും അവർക്ക് വിഷയമേ അല്ല. എന്നാൽ അവനവന്റെ വിഷയം പോലും ഭംഗിയായി ക്ലാസ് റൂമിൽ ഭംഗിയായി എടുക്കുന്നില്ല. അത് മാത്രമല്ല, മാറ്റം എന്നുള്ളത് എന്താ പറയുക, തയ്യാറാവാതെ, മാനസികമായി തയ്യാറാവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അത് അധ്യാപക വിഭാഗത്തിൽ തന്നെയാണ് കൂടുതലുള്ളത് തോന്നുന്നു. എത്രമാത്രം പറഞ്ഞാലും അയ്യോ അത് ഞാൻ പഠിച്ച അതല്ല, ഞാൻ പഠിച്ച ഇതാണ്, എനിക്കത് പറ്റില്ല, അല്ല ഇത് അറിഞ്ഞോന്ന് വെച്ച് കഴിയുമ്പോൾ ടീച്ചറെ അതൊന്നും എനിക്ക് നോക്കാൻ നേരം കിട്ടിയില്ല, അയ്യോ എന്റെ വീട്, എന്റെ കുട്ടികളായിരുന്നു, ഇങ്ങനെ ഒരുപാട് ചെറിയ ഇങ്ങനെയുള്ള റീസൺ പറഞ്ഞാൽ ഇവിടെ വില പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് അധ്യാപകർക്ക് നന്നായിട്ടുണ്ട്. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അത് പറഞ്ഞാൽ നടക്കില്ല കാര്യങ്ങൾ. സാർ തോന്നാറുള്ളത് നമ്മുടെ ടീച്ചേഴ്സിന്, നമ്മളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതുപോലെ ടീച്ചേഴ്സിനും വേണം സാർ. അവര് പണ്ടെങ്ങോ BEdും TTCയും കഴിഞ്ഞ് ഒരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ഇല്ലാതെ കുട്ടികളോടായാലും പാരന്റ്സിനോട് പഴയ രീതിയിൽ കുട്ടികളോട് പെരുമാറിയാൽ ഇപ്പം ഈ കാലത്ത് ചേരില്ല എന്നുള്ള ഒരു ബോധവും ഇല്ലാതെ ഉള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ടീച്ചേഴ്സേ ഉള്ളൂ എന്റെ സ്കൂളിൽ. പക്ഷെ എനിക്ക് വളരെ ഒട്ടും അപ്ഡേറ്റ് അല്ലാതെ തോന്നാറുണ്ട്. ഞാൻ ഈ ടീച്ചറായതിനു ശേഷം ഞാൻ ഒരു 6 കോഴ്സ് പഠിച്ചിട്ടുണ്ട് സാർ. എല്ലാം ഓൺലൈനിലും ഈവനിങ് ക്ലാസ്സിലും ഒക്കെ പോയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു അസംബ്ലി വന്നാല് ഓരോ വ്യത്യസ്ത ഡേയ്സ്, സയൻസ് അടക്കമുള്ള എല്ലാം വന്നാലും എല്ലായിടത്തും സംസാരിക്കുന്നത് ഞാനാ. ആ സബ്ജക്ട് ടീച്ചേഴ്സ് പോലും സംസാരിക്കുന്നില്ല. ആ രീതിയിലാണ് അവരുടെ. അപ്പൊ പിന്നെ ഈ ആറ്റിറ്റ്യൂഡ് മാറാനും അവരുടെ പല ഇതിനും അവർക്കും ശരിക്കും ഒരു ക്ലാസ് വേണം ഈ കൗൺസിലർ കൊണ്ടുവന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ടീച്ചേഴ്സിനെ നമുക്ക് കൊടുക്കുന്ന പോലെ ഒരു ട്രെയിനിങ് കൊടുത്തുകൂടെ സാറേ? അവർക്കിപ്പോ ഈ സ്കൂൾ ടൈം നഷ്ടപ്പെടുത്തി ക്ലാസ് വേണ്ട സാറേ. ഇതുപോലെ സിമാറ്റ് വൈകുന്നേരങ്ങളിലെ സിമാറ്റോ ഡയറ്റോ ക്ലാസ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു സാറേ. ഇപ്പൊ ഈ ക്ലാസ് ഇപ്പം 7 ദിവസം കൊണ്ട് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ടീച്ചേഴ്സിന് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് ആലോചിക്കാം സാറേ. 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ട്. 1 മണിക്കൂർ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയത്തുമില്ല, അവർക്ക് പങ്കെടുക്കാനും പറ്റും. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. അധ്യാപകരൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒത്തിരി അധ്യാപകരുണ്ട്. വളരെ നല്ല ഒരു 10% അധ്യാപകർ ചിലപ്പം അപ്ഡേറ്റഡ് ആവത്തില്ലായിരിക്കും. പക്ഷെ കൂടുതൽ പേർക്കും നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്. അല്ലെ, ഇപ്പൊ എന്റെ സ്കൂളിലെ അധ്യാപകരെ കുറിച്ച് പറയുവാണെങ്കിൽ 25ഓളം അധ്യാപകരുണ്ട്. അപ്പൊ അവരെല്ലാം ഒരുമാതിരി പല പല ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ അംഗമാണ്. അപ്പൊ അവര് നന്നായിട്ട് പുതിയ കാര്യങ്ങൾ, പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് ഫലപ്രദമായിട്ട് നടക്കുന്നില്ല. പക്ഷെ ഇപ്പം ഡയറ്റിന്റെ ഒക്കെ മോണിറ്ററിങ് ശക്തമാക്കണം സാറേ. അധ്യാപകരുടെ ഹെഡ് മാസ്റ്റർ മാത്രം മോണിറ്റർ ചെയ്യുന്നതിന് ഉപരി ഇപ്പൊ ഡയറ്റിൽ നിന്നും, ഇപ്പൊ ഞാനൊരു 4 വർഷമായിട്ട് ആ സ്കൂളിൽ HM ആയിട്ടിരിക്കുക, ഡയറ്റിൽ നിന്നും ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു റെഗുലറായിട്ട് അവരുടെ ഒരു മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടായാൽ ഹെഡ് മാസ്റ്റർ കുറച്ച് വിജിലന്റ് ആവും, അധ്യാപകർ വിജിലന്റ് ആവും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ടാവുകയും അതിനെ കുറച്ചുകൂടെ അവർക്ക് മോണിറ്ററിംഗ് ആയിട്ട് തോന്നരുത്, അവർക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവർ മാറും സാറേ. അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ അധ്യാപകർ മാറത്തുള്ളൂ. ഇതാണ് എന്റെ അഭിപ്രായം സാർ. ഓക്കെ. ഇതില് അവർക്കുള്ളൊരു പരിശീലനം കൂടിയാണ് ഈ ചുമതലകൾ വീതിച്ച് നൽകൽ. ഇപ്പോ പല HMസും അടുത്ത HM ആവാൻ പോകുന്ന ഒരാള്, അവര് അതുവരെയും ഈ വക ഹെഡ് മാസ്റ്ററുടെ ചുമതലകളൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അവരാണ് പിന്നീട് HM ആയിട്ട് മാറുക. അപ്പൊ അവര് ഒരു പുതിയ ഭയങ്കര ഒരു എന്താ പറയാ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെയാവും.
അപ്പൊ യഥാർത്ഥത്തിൽ നല്ലൊരു സ്കൂളിലെ ഒരു എച്ച് എം, ഇപ്പൊ നിങ്ങളുടെ കീഴിലുള്ള എച്ച് എം അധ്യാപകർക്ക് നിങ്ങൾ ചുമതലകളൊക്കെ വീതിച്ചു കൊടുക്കുകയാണ്. എല്ലാ ചുമതലകളും ചെയ്യാൻ പ്രാപ്തരായിട്ടാണ് അവര് എച്ച് എം ആവുന്നതെങ്കിൽ അവർ വളരെ ആത്മവിശ്വാസത്തോടെ എച്ച് എം ആവും. അപ്പൊ അതും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ എല്ലാ ചുമതലകളും അധ്യാപകർക്ക് വീതിച്ച് നൽകുന്നത് തന്നെ അതൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ തന്നെ അധ്യാപകരെ കഴിവുകളെ അംഗീകരിക്കുന്നതും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ തന്നെ ആക്ഷൻ റിസർച്ച് പോലെയുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ അന്വേഷണം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു സഹകരണവും കൂട്ടായ്മയും അധ്യാപകരുടെ ഇടയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാലോ 21ാം സെഞ്ചുറി സ്കിൽസ് എന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് എന്താണ്, അധ്യാപകർക്ക് കൂടി ബന്ധപ്പെട്ടതാണ്. അധ്യാപകരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അധ്യാപകരുടെ കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റിയും അധ്യാപകരുടെ കൊളാബറേഷനും അധ്യാപകരുടെ ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ലിറ്ററസി സ്കിൽസ് വർദ്ധിപ്പിക്കണം, ലൈഫ് സ്കിൽസ് വർദ്ധിപ്പിക്കണം. അതിന് നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ചുമതല ഹെഡ് മാസ്റ്റർ ഏറ്റെടുക്കാറുണ്ട്. സ്വയം വികസിക്കുന്നു. നമുക്ക് നല്ല ലക്ഷ്യബോധമുണ്ട്. സ്കൂളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ചേഞ്ച് ഏജന്റാണ്. വരുന്ന കാലത്തിന് പറ്റുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ സ്കൂളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മുടെ അധ്യാപകരെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിന് അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വർദ്ധിപ്പിക്കാൻ, അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കണമെന്നാണ് ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്. നിങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. ഇനി ഞാൻ ലാസ്റ്റില് ഒരു പ്രവർത്തനം തരികയാണ്. ഇതിന്റെ ലാസ്റ്റിലുള്ള ഒരു ഇവാലുവേഷൻ ആണ്. അത് കേൾക്കുന്നുണ്ടോ? ലാസ്റ്റിലുള്ള ഒരു ഇവാലുവേഷൻ ആണ്. ഇപ്പൊ ഒരു സ്ക്രീനിൽ ഒരു സാധനം ഉണ്ട്. ഒരു റേറ്റിംഗ് സ്കെയിലാണ്. ഞാൻ കുറച്ച് പോയിന്റുകൾ വായിക്കാമാണെങ്കിൽ പോയിന്റുകൾ പറയാം. നിങ്ങൾ 5, 4, 3, 2, 1 എന്ന പോയിന്റ് ആണ് അതിനിടേണ്ടത്. നിങ്ങൾ നേരിട്ട് സെൽഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പോയിന്റ് ഇടേണ്ടത് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ 5, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 1. 15 ചോദ്യമാണ് അതിൽ ഉണ്ടാവുക. ഇത് കഴിഞ്ഞാൽ മാർക്കൊന്ന് കൂട്ടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇവാലുവേഷൻ. തുടങ്ങില്ലേ? ഞാൻ ഓരോന്നായിട്ട് വായിക്കട്ടെ. എഴുതിയെടുക്കാൻ പറ്റൂലേ? നമുക്ക് എഴുതാൻ പറ്റും. കാണുന്നുണ്ടോ? സ്ലോ ആയാലും നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ഒന്ന് പറയുകയും ചെയ്യാം, നിങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നതല്ലേ ഉദ്ദേശിച്ചത് ടീച്ചറെ? സാറേ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന്, ഡിസ്കസസ് എഡ്യൂക്കേഷണൽ ഗോൾസ് വിത്ത് ടീച്ചേഴ്സ് എന്നാണ്. നിങ്ങളുടെ ഒരു ദർശനം, സ്കൂൾ എങ്ങനെ മാറണം എന്നുള്ള കാര്യം നിങ്ങൾ ഇതിനകം അധ്യാപകരുമായി ചർച്ച ചെയ്യാറുണ്ട്. ഇതിന് നിങ്ങൾ ഉണ്ടെങ്കിൽ, നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ 5, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 3, 2, 1. നമ്മളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ HM ആയതിനു ശേഷം ഇതിന്റെ മാറ്റങ്ങൾ വേണമെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യാറുണ്ട്. അതിനൊരു പോയിന്റ് ഇടും. 5, 4, 3, 2, 1. ആ വാചകമാണെങ്കിൽ എഴുതി വെച്ചോളൂ. ഡിസ്കസസ് എഡ്യൂക്കേഷണൽ ഗോൾസ് വിത്ത് ടീച്ചേഴ്സ്. എഴുതിയോ? അതിന് മാർക്ക് കിട്ടുമല്ലോ. അതിട്ട് വെച്ചാൽ മതി. ഇനി എൻഷുവേഴ്സ് ദാറ്റ് ടീച്ചർ വർക്ക്സ് അക്കോർഡിംഗ് ടു എഡ്യൂക്കേഷണൽ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങളുടെ അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കാറുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കാറുണ്ട്. അല്ല, ഞാൻ നമ്മൾ ഗോൾസ് പറയുക മാത്രമല്ല, അത് അങ്ങനെ അവർ ചെയ്യുന്നു എന്നും നമ്മൾ ഉറപ്പാക്കാറുണ്ട്. ensures that teachers works according to educational goals. എഴുതിയല്ലോ? ഇനി മൂന്നാമത്തെ, ഷെയർസ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ അണ്ടർ HM സൂപ്പർവിഷൻ. ഷെയർസ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ അണ്ടർ HM. എല്ലാ ഉത്തരവാദിത്തങ്ങളും അധ്യാപകർക്ക് പങ്കുവെക്കാറുണ്ട്. അങ്ങനെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാറുണ്ട്. ഷെയർസ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ, അത് നമ്മളുടെ സൂപ്പർവിഷനിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. ഷെയർസ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ അണ്ടർ HM സൂപ്പർവിഷൻ. എല്ലാ ഉത്തരവാദിത്തങ്ങളും അധ്യാപകരുമായി പങ്കുവെക്കാറുണ്ട്.
യെസ്, അടുത്തത് അതിന് മാർക്ക് ഇട്ടുണ്ടാവും അല്ലെ. ഇനി ഒബ്സർവ് ടീച്ചേഴ്സ് ക്ലാസ് ഫ്രീക്വന്റ്ലി. കൃത്യമായി അധ്യാപകരുടെ ക്ലാസ്സുകൾ നിരീക്ഷിക്കാറുണ്ട്. അധ്യാപകരുടെ ക്ലാസ്സുകൾ ഫ്രീക്വന്റ് ആയി നിരീക്ഷിക്കാറുണ്ട്. ഒബ്സർവ് ടീച്ചേഴ്സ് ക്ലാസ് ഫ്രീക്വന്റ്ലി. ഇനി ഗീവ് സജഷൻ ടു ഹൗ ദേ ക്യാൻ ഇംപ്രൂവ് ക്ലാസ് റൂം പ്രോസസ്. അതായത് നമ്മൾ അധ്യാപകർക്ക് ക്ലാസ് കണ്ടതിന് ശേഷം ആവശ്യമായ ക്ലാസ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ക്ലാസ് നിരീക്ഷിച്ചതിന് ശേഷം അവരെ ക്ലാസ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിനൊരു മാർക്കിട. If you see a problem, you take initiative to settle it. ക്ലാസ്സിലോ ക്ലാസിന്റെ അകത്തോ പുറത്തോ നിങ്ങളൊരു പ്രശ്നം കാണുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്. അല്ലാതെ ടീച്ചറുടെ തലക്കിടല്ല, നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട് ടീച്ചറോടൊപ്പം നിന്നുകൊണ്ട്. If HM see a problem, he take initiative to settle it. അത് പരിഹരിക്കുന്നതിന് അതൊരു കൂട്ടുത്തരവാദിത്തമാണെന്ന് നിങ്ങൾ കരുതാറുണ്ട്. അടുത്തത് ഇൻഫോം ടീച്ചേഴ്സ് ടു അപ്ഡേറ്റ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. ടീച്ചേഴ്സിന്റെ നോളജും സ്കില്ലും കുറവാണെന്ന് കണ്ടാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്. ഇൻഫോം ടീച്ചേഴ്സ് ടു അപ്ഡേറ്റ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അവരുടെ നോളജും സ്കില്ലും മെച്ചപ്പെടുത്തുന്നതിന് അവരോട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് അവരോട് പറയാറുണ്ട്. ഇനി കോംപ്ലിമെന്റ് ടീച്ചേഴ്സ് ഫോർ സ്പെഷ്യൽ എഫർട്ട് ആൻഡ് എൻകറേജ്മെന്റ്. നല്ലൊരു കാര്യം ചെയ്താൽ, എട്ടാമത്തെ, നല്ലൊരു കാര്യം ചെയ്താൽ അവരെ അഭിനന്ദിക്കാറുണ്ട്, അവരുടെ പ്രത്യേക എഫർട്ടിനെ അഭിനന്ദിക്കാറുണ്ട്. നല്ലത് ചെയ്താൽ ടീച്ചേഴ്സിനെ പരസ്യമായിട്ട് അഭിനന്ദിക്കാറുണ്ട്. ഒമ്പതാമത്തെ, എൻഷുർസ് എ ടാസ്ക് ഓറിയന്റഡ് അറ്റ്മോസ്ഫിയർ ഈസ് ഫോസ്റ്റേർഡ് ഇൻ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ ഒരു ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിലനിൽക്കുന്നത്. എല്ലാവരും ചില ചുമതലകൾ ചെയ്ത് അത് നടപ്പാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിലനിൽക്കുന്നത്. അടുത്തത്, എൻഷുർസ് ദ ക്വാളിറ്റി ഇഷ്യൂസ് ആർ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ സ്കൂളിലെ നിലവാരവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് നമ്മുടെ സ്കൂളിന്റെ മൊത്തം ചുമതലയായിട്ടാണ്, എല്ലാവരുടെയും കൂടി ചുമതലയായിട്ടാണ് ഞാൻ കാണാറ്. എൻഷുർസ് ദ ക്വാളിറ്റി ഇഷ്യൂസ് ആർ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതൊരു ടീച്ചറുടെ മാത്രം ചുമതലയല്ല, എല്ലാവരുടെയും കൂടി ചുമതലയാണ് എന്നാണ് ഞാൻ കാണാറുള്ളത്. പതിനൊന്നാമത്തെ, എൻകറേജ് ഇന്ററാക്ഷൻ വിത്ത് അതർ സബ്ജക്ട് ടീച്ചേഴ്സ് ഔട്ട്സൈഡ് ദ സ്കൂൾ. നമ്മുടെ അധ്യാപകർ, ഇപ്പൊ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അവര് ആ വിഷയം പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകര്, സ്കൂളിന്റെ പുറത്തുള്ള അധ്യാപകരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പൊ ഒരേ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരെ അവര് ചർച്ച ചെയ്യുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. 12, എൻകറേജ് ആക്ഷൻ റിസർച്ച് ആൻഡ് അതർ റിസർച്ചസ്. മറ്റ് അന്വേഷണങ്ങൾ നടത്താൻ നമ്മൾ അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അന്വേഷണങ്ങളോ പരീക്ഷണങ്ങളോ ഒക്കെ നടത്താൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. 13, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻ സർവീസ് ട്രെയിനിങ്. ഏതൊരു ഇൻ സർവീസ് ട്രെയിനിങ് വന്നാലും നമ്മുടെ അധ്യാപകരോട് അതിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അടുത്തത്, എൻകറേജ് ഇൻവോൾവ്മെന്റ് ആൻഡ് മെമ്പർഷിപ്പ് ഇൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാനും മെമ്പർഷിപ്പ് എടുക്കാനും നമ്മൾ പറയാറുണ്ട്. പിന്നെ കണ്ടക്ട് ഇൻഹൗസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്. ലാസ്റ്റ്, സ്കൂളിൽ തന്നെ അധ്യാപകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 14-ാമത്തെ ഒന്ന് പറയൂ. 14-ാമത്തെ, എൻകറേജ് ഇൻവോൾവ്മെന്റ് ആൻഡ് മെമ്പർഷിപ്പ് ഇൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള, ഞാൻ മറ്റേ അധ്യാപക സംഘടനകളല്ല ഉദ്ദേശിച്ചത്, പ്രൊഫഷണൽ ആയിട്ടുള്ള സംഘടനകളുണ്ട്.
അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ടെക് മലപ്പുറം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ലേണിംഗ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഇതുണ്ട്. അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഘടനകളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കണ്ടക്ട് ഇൻ ഹൗസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങൾ മൊബൈലിലാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് പറയുമ്പോൾ എഴുതുന്നതിന് വല്ല ഇതുണ്ടായിട്ടുണ്ടാവാം. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ആദ്യത്തെ 8 എണ്ണം ഞാൻ മാറ്റട്ടെ. ഇതാ ഈ 8 എണ്ണം അല്ല, അത് ബാക്കിയുള്ള ഇതിലുണ്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കൂട്ടിയിട്ട് പറയും. ഈ 15 എണ്ണത്തിന്റെ മാർക്ക് കൂടി ഒന്ന് കൂട്ടൂ. എനിക്ക് 70 മാർക്ക് കിട്ടി. 15 75ലാണ് 75ലാണ് കേട്ടോ. 75ലാണ്. ഇതിൽ ഇട്ടാ മതി. ഇതിന്റെ ഒരു PDF തരാൻ പറയാം. അത് അയക്കാൻ പറയാം കേട്ടോ. ഇതിന്റെ PDF അയക്കാൻ പറയാം. അപ്പൊ എല്ലാവരും മാർക്ക് അതിലുണ്ട്. ഞാൻ ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. സമയം 9:30 മണിയായി. കൃത്യ ടൈമിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കണം. പിന്നെ നമ്മള് ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വ്യത്യസ്തമായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അധ്യാപകരെ നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. അധ്യാപകര് വ്യത്യസ്ത തരക്കാരാണ്. അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അവരെ മുഴുവൻ ഫോഴ്സസ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിന് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കണം, അവരെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പൊ നമ്മൾ നടത്തിയ പരീക്ഷയിൽ കിട്ടിയ മാർക്ക് നമ്മളിപ്പോ ഏതാണ്ട് ഒരു കണക്കാക്കിയ ഒരു മാർക്കാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ. കാരണം എത്ര മാർക്ക് എന്നതിലുപരി അതിൽ നോക്കൂ, നമ്മുടെ ഒരു ഉത്തരവാദിത്തങ്ങൾ അല്ലെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ഈ റേറ്റിംഗ് സ്കെയിലിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മികച്ച ഹെഡ് മാസ്റ്റർ ആവും, അവരുടെ ലീഡർ ആവും. അപ്പൊ അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ആ ടീമിനെ ഒന്നിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ചില ക്ലാസ്സുകളുണ്ട് കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലീസ് സൗണ്ട് ഒന്നോ അപ്പൊ നമുക്ക് അപ്പൊ വ്യത്യസ്ത ഈ മാർക്ക് എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ അത് 40 മുതൽ 72 വരെയുള്ള മാർക്കുകൾ ഉണ്ട്. ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച ഒരു നേതാവാൻ നിങ്ങളുടെ സ്കൂളിൽ കഴിയും. അങ്ങനെ കഴിയട്ടെ. റേറ്റിംഗ് സ്കെയിൽ ആദ്യത്തെ 8 വരെയുള്ളത് ഒന്നും കൂടി കാണിക്കാമോ? സ്ക്രീൻഷോട്ട് മാർക്ക് ഇടണോ സാറേ? നമ്മൾ അറിഞ്ഞിരുന്നാ പോരെ? മതി, അത്രേ ഉള്ളൂ. നമ്മളിത് ഉദ്ദേശിച്ചത് എന്തിനാന്ന് വെച്ചാൽ അതിന് മതി, അത്ര ഇട്ടാ മതി. ഞാൻ പറയുന്നത് ഇത് നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ചുമതലകൾ. ഈ ചുമതലകൾ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അധ്യാപകരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ അവരോട് ഒരു ടീമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വളരെ സജീവമായ പങ്കാളിത്തത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു. വളരെ ആഴത്തിൽ അധ്യാപകരിലും രക്ഷിതാക്കളിലുള്ള വൈവിധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് എങ്ങനെ നമുക്ക് സ്കൂളുകളിൽ ഇടപെടാം എന്നുള്ള സജീവമായ ഒരു ചർച്ചയോടുകൂടിയ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. എല്ലാവരും പലരും എക്സിറ്റ് ആവുന്നുണ്ട്. എക്സിറ്റ് ആവുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്ന് ഞാനൊരു ഇവാലുവേഷൻ ഫോം ഇടും. നമ്മൾ ഏകദേശം ഒരാഴ്ച ആവുന്നുണ്ട്, അല്ല ഇന്ന് 7 ദിവസം ആവുന്നുണ്ട് നമ്മുടെ ക്ലാസ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഇവാലുവേഷൻ ഫോമാണ്. അത് ഗ്രൂപ്പിലിടും. എല്ലാവരും അതിനെ ഒന്ന് ഫില്ല് ചെയ്ത്, ഗൂഗിൾ ഫോമാണ്, ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്, ഫില്ല് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വളരെ മികച്ച ക്ലാസ് കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ രാജേന്ദ്രൻ സാറിന് ഈ ടീം സിമാറ്റിന്റെ പേരിലും ഈ ഗ്രൂപ്പിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് നാളെ വീണ്ടും കാണാം. കൃത്യം 7:25 നേരത്തെ കയറാൻ ശ്രമിക്കുക. 7:30 കയറാൻ ശ്രമിക്കുമ്പോൾ ഒന്നിച്ച് ഉള്ള റഷ് വരുന്ന സമയത്ത് അഡ്മിൻ ചെയ്യണോ അത് ക്ലാസ് തുടങ്ങണോ എന്നുള്ള ഒരു സമയത്തിലായിരിക്കും, ഒരു അങ്കലാപ്പിലായിരിക്കും ഞങ്ങൾ. അതുകൊണ്ട് ദയവേത് ഒരു 5 മിനിറ്റ് മുമ്പേ കയറാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.
പഠിച്ചു